ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലത്തെ കൂട്ടുകാരുടെ EVS എൻവയോൺമെൻറ്റൽ സയൻസിലെ രണ്ടാമത്തെ പാഠമായ ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന് പറയുന്ന പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആ പാഠത്തിലെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് വലിയ പാഠമാണ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് നിർത്തിയിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഒറ്റയടിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാത്ത പ്രശ്നങ്ങളൊക്കെ വന്നിരിക്കാം. അപ്പോൾ നിങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ട് വേണം ഓരോ ടോപ്പിക്കും പഠിക്കാൻ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ 4ാം ക്ലാസ്സിലെ EVSയിലെ ഒന്നാമത്തെ പാഠം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമായവർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, EVS എന്നിവയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പാഠത്തിൻ്റെ പേരെന്താണ്? ഇന്ത്യ ഈസ് മൈ കൺട്രി, അതായത് ഇന്ത്യ എൻ്റെ രാജ്യം എന്നതാണ് പാഠത്തിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസ് ആർ ഗോയിങ് ഓൺ അറ്റ് തേജസ് സ്കൂൾ. അതായത് എന്താണ്? തേജസിൻ്റെ സ്കൂളിൽ ഇൻഡിപെൻഡൻസ് ഡേയുടെ ആഘോഷങ്ങളൊക്കെ നടക്കുകയാണ് അല്ലേ. ദെൻ various programs are organized under the leadership of the social science club. social science clubൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. Then Megha teacher divided the class into groups and each group was assigned a task. അതായത് മേഘ എന്ന് പറയുന്ന ടീച്ചർ ഓരോ ഗ്രൂപ്പായിട്ട് ക്ലാസ്സിനെ ഡിവൈഡ് ചെയ്യുകയും ഓരോ ഗ്രൂപ്പിനും ഓരോ ടാസ്ക് ചുമതലകൾ കൊടുക്കുകയും ചെയ്തു. തേജസ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് വാസ് ആസ്ക്ഡ് ടു പ്രിപ്പയർ എ മാഗസിൻ അബൌട്ട് ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ തേജസും കൂട്ടുകാരും അവർ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഭാഗമായിട്ടൊരു മാഗസിൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ദേ ഡിസൈഡഡ് ടു വിസിറ്റ് ദ ലൈബ്രറി ടു കളക്ട് ഇൻഫോർമേഷൻ ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ മാഗസിൻ. അപ്പോൾ അവരെല്ലാവരും കൂടി ലൈബ്രറിയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഇൻഫോർമേഷൻസ് ഒക്കെ എടുക്കുക എന്ന് വിചാരിച്ചു. ദെൻ ദ ലൈബ്രറിയൻ ഈസ് ദെയർ ഫോമർ ടീച്ചർ വിനയൻ സാർ. ദേ എക്സ്പ്ലെയിൻ ദ പർപ്പസ് ഓഫ് ദെയർ വിസിറ്റ് ടു ദ ലൈബ്രറി. അപ്പോൾ അവർക്ക് അറിയാവുന്ന അവരുടെ മുന്നേ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു ടീച്ചറായിരുന്നു, വിനയൻ മാഷായിരുന്നു ലൈബ്രറിയൻ എന്ന് പറയുന്നത്. അതായത് അവിടെ ചുമതലയുള്ള ഒരു വ്യക്തി. അപ്പോൾ കുട്ടികൾ എന്താണ് ആ മാഷിനോട് അവർ ഇത് ലൈബ്രറിക്ക് വന്നിട്ടുള്ള ആ ഉദ്ദേശം അവരോട് പറഞ്ഞു. Children, can you tell me who were the foreigners who ruled our country? വിനയൻ സാർ asked. അപ്പോൾ അവരോട് കുട്ടികളെ, നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന വിദേശികൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് വിനയൻ മാഷ് ചോദിച്ചു. അപ്പോൾ എന്താണ്? ദ ബ്രിട്ടീഷ്, ഭവ്യ സെഡ് എക്സൈറ്റ്ലി. അതായത് ഭവ്യ ആവേശത്തോടെ പറഞ്ഞു ബ്രിട്ടീഷുകാർ. Oh, exactly, Bhavya. Do you know how they came our rulers? Sir asked again. Children looked at each other as if they didn't know. അതായത് ശരിയാണ്, നീ പറഞ്ഞത് ശരിയാണ്, പക്ഷെ എങ്ങനെയാണ് അവർ നമ്മുടെ അധികാരികളായി മാറിയതെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ ആ കുട്ടികളൊക്കെ അറിയില്ലെന്ന രീതിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. Sir gave them a picture story book from the library to read. അപ്പോൾ ആ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ സാർ അവർക്ക് ആ ലൈബ്രറിയിൽ നിന്നൊരു സ്റ്റോറി ബുക്ക്, അതായത് പിക്ചർ സ്റ്റോറി ബുക്ക് അവർക്ക് വായിക്കാനായിട്ട് കൊടുത്തു. They started to read the book eagerly. അപ്പോൾ അതായത് അവിടുത്തെ ആ കുട്ടികൾ വളരെ താല്പര്യത്തോടു കൂടി തന്നെ ആ പുസ്തകം വായിക്കാൻ തുടങ്ങി. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ ആ പിക്ചർ സ്റ്റോറിയാണ് ഇനി നെക്സ്റ്റ് പേജിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം, വായിച്ചു നോക്കാം. Foreigners first came to India by ships to buy spices like cardamom and black pepper and textile like silks and cotton. അതായത് എന്താ പറയുന്നത്? അതായത് ഈ നമ്മുടെ കുരുമുളക്, അതുപോലെ തന്നെ ഏലം, അതുപോലെയുള്ള സുഗന്ധദ്രവ്യങ്ങൾ, അതുപോലെ തന്നെ സിൽക്ക്, അതൊക്കെ അവർ മേടിക്കാനായിരുന്നു, വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഫോറിനേഴ്സ്, വിദേശികൾ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് കപ്പലുകളുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ദെൻ സെക്കൻഡ് പിക്ചർ എന്താണ്? ഗ്രാജുവലി ദേ ഒബ്റ്റെയിൻ സ്പെഷ്യൽ പ്രിവിലേജസ് ഫ്രം ദ കിങ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ടറീസ് ദർ. പതിയെ അവർ രാജാക്കന്മാരിൽ നിന്ന് പ്രത്യേക ആനുകൂല്യങ്ങളൊക്കെ നേടിയിട്ട് അവരെന്താ ഓരോ ഫാക്ടറീസൊക്കെ അവിടെ സ്ഥാപിക്കാൻ തുടങ്ങി. ദെൻ മൂന്നാമത്തെ ചിത്രം എന്താ? Since the rulers of different provinces in India considered each others as enemies and at war, the foreigners found it easy to enhance their power. അതായത് ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ള കിങ്സ്, രാജാക്കന്മാർ, അവർ തമ്മിൽ പരസ്പരം ശത്രുക്കളായിട്ട് ഓരോ യുദ്ധങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു.
അതുമൂലം എന്താണ് ഫോറിനേഴ്സിന് എളുപ്പമായിരുന്നു അവരുടെ ശക്തി അല്ലെങ്കിൽ അവരുടെ പവർ വർദ്ധിപ്പിക്കാൻ അവർക്ക് എളുപ്പത്തിൽ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. then അടുത്തത് they conquered the native with advanced war tactics and weapons like cannon and guns. അതായത് പീരങ്കി അതുപോലെ തന്നെ തോക്ക് എന്നിവയെല്ലാം ഉപയോഗിച്ചിട്ട് അവരുടെ ആയുധ തന്ത്രങ്ങളെല്ലാം അവർ നാട്ടുകാരെ അവരുടെ ഒരു വരുതിയിലാക്കി അല്ലെങ്കിൽ അവരുടെ അധീനത്തിലാക്കി എന്നാണ് പറയുന്നത്. അതിൻ്റെ ചിത്രവും അവിടെ കൊടുത്തിട്ടുണ്ട്. Eventually the British took over the princely state after the exerting control over agriculture, trade and the king themselves. അതായത് ക്രമേണ അവരെന്തായി, അതായത് കർഷകരുടെ അല്ലെങ്കിൽ കൃഷി, കച്ചവടം, രാജാക്കന്മാരൊക്കെ അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. നാട്ടുരാജ്യങ്ങളും അവർ പിടിച്ചെടുത്തു. അപ്പോൾ ആ ചിത്രവും അവിടെ കൊടുത്തിട്ടുണ്ട്. Then over the time the British dominated the entire region of India. India was under their control for almost next 200 years. അതായത് ഇന്ത്യയുടെ മുഴുവൻ പ്രദേശങ്ങളും ബ്രിട്ടീഷുകാരുടെ ഒരു പവർ ആധിപത്യം ഉണ്ടായി എന്നാണ് പറയുന്നത്. പിന്നീടുള്ള 200 വർഷം എന്ന് പറയുന്നത് ഇന്ത്യ അവരുടെ അധീനതയിലായിരുന്നു, അവരുടെ കൺട്രോളിലായിരുന്നു എന്നാണ് പറയുന്നത്. You have read the picture story book. അപ്പോൾ നമ്മളിപ്പോൾ ഇത് വായിച്ചു ഈ കഥ. Now answer my questions. സാർ കണ്ടിന്യൂഡ്. അതായത് ഈ എൻ്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയൂ എന്ന് പറഞ്ഞിട്ട് സാറ് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ സാറോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. യു ക്യാൻ ഓൾസോ ഫൈൻഡ് ആൻസർ ടു സാർസ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്കും ഇതിൻ്റെ ഉത്തരങ്ങൾ പറയാൻ പറ്റും. അപ്പോൾ ഞാൻ നല്ല ഡീറ്റെയിൽ ആയി തന്നെ ആ പിക്ചർ സ്റ്റോറി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ആൻസേഴ്സൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ചോദ്യങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ മനസ്സിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ഫോറിനേഴ്സ് കം ടു ഇന്ത്യ? എന്തിനാണ് ഫോറിനേഴ്സ് ഇന്ത്യയിലേക്ക് വന്നത്? എന്തിനാണ്? നിങ്ങൾക്ക് മനസ്സിലായോ? ടു ബൈ സ്പൈസസ് ലൈക്ക് cardamom and black pepper and textiles like salt and cotton. Then second question, how the foreigners could easily establish the power in India? എങ്ങനെയാണ് ഫോറിനേഴ്സിന് ഇന്ത്യയിൽ അധികാരം സ്ഥാപിക്കാൻ എളുപ്പമായത്? അതായത് റൂളേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്രൊവിൻസസ് ഇൻ ഇന്ത്യ കൺസിഡർഡ് ഈച്ച് ഓഫ് ദം ആസ് എനിമീസ്. അതുകൊണ്ടാണ് അല്ലേ. then അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, why were Indians unable to hold their own in struggles with British? എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ആ സ്ട്രഗിൾ, പോരാട്ടം ഇന്ത്യക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നത്? they conquered the native with advanced tactics, weapons like cannon and guns. അതായത് അവർ യുദ്ധമുറകൾ, തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ രാജ്യങ്ങളെയും നാട്ടുകാരെയും ഒക്കെ അവർ അധീനതയിലാക്കിയത് കൊണ്ടാണ്. The next topic, struggles against the British. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സ്ട്രഗിൾസ്, അതായത് പോരാട്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത്. the people of our country suffered a lot under the British rule, didn't they, sir? നീന asked. അതായത് നീന ചോദിക്കുകയാണ് മാഷിനോട്, നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിലായിട്ടുണ്ടായിരുന്നപ്പോൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെല്ലാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പ്രയാസങ്ങളെല്ലാം അനുഭവിച്ചിട്ടുണ്ട് അല്ലേ മാഷേ എന്ന് ചോദിക്കുകയാണ്. That's right. The people who were suffering started protest against the British in various places. They protest by breaking the laws, declaring non-cooperations and organizing marches. Vinayan sir replied. അതായത് അത് ശരിയാണ്. പൊറുതിമുട്ടിയിട്ടുണ്ടായിരുന്ന നമ്മുടെ അന്നത്തെ ജനങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ വെച്ചിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുപാട് സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതായത് അതിൽ സമരങ്ങളൊക്കെയാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, അതായത് നിയമലംഘനം, അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റ്, മാർച്ച്, ഓർഗനൈസിങ് മാർച്ചുകൾ, ജാഥകളെല്ലാം സംഘടിപ്പിച്ചു എന്ന് സാർ അവർക്ക് പറഞ്ഞു കൊടുത്തു. Such protests are known as the freedom struggle, aren't they? Naveen's doubts came within no time. അതായത് നവീനൊരു സംശയം വന്നു. അപ്പോൾ തന്നെ ഇത്തരം പ്രൊട്ടസ്റ്റുകളെയല്ലേ സാറേ നമ്മുടെ ഫ്രീഡം സ്ട്രഗിൾസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് നവീന് ചോദിച്ചു. സ്മാർട്ട് ബോയ്സ് ആർ കൺഗ്രാജുലേറ്റഡ് നവീൻ വിത്ത് എ പാറ്റ് ഓൺ ഹിസ് ഷോൾഡർ. അതായത് നവീനെ മാഷ് തോളിൽ തട്ടിയിട്ട് അഭിനന്ദിച്ചു. Now, let's know about some of the important events of the freedom struggles. He picked a book from the cupboard and gave it to two children. Read the information collected by the children from the book. അപ്പോൾ അവർ അതായത് ആ ഫ്രീഡം സ്ട്രഗിളിനെ അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യ സമരത്തിലുണ്ടായിരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ, ഇവൻറ്റ്സ് ആണ് പരിചയപ്പെടാമെന്ന രീതിയിൽ സാറ് കബോർഡിൽ നിന്നൊരു പുസ്തകം എടുത്തിട്ട് ആ കുട്ടികൾക്ക് നൽകി. ആ പുസ്തകത്തിൽ നിന്ന് കുട്ടികൾ ശേഖരിച്ചിട്ടുള്ള അറിവുകൾ അല്ലെങ്കിൽ വിവരങ്ങളാണ്
നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തേതാണ് സോൾട്ട് സത്യാഗ്രഹ. 1930 സോൾട്ട് സത്യാഗ്രഹ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അറ്റ് ദാറ്റ് ടൈം മെനി ഇന്ത്യൻസ് വർ എൻഗേജ്ഡ് ഇൻ ദ വർക്ക് ഓഫ് പ്രൊഡ്യൂസിങ് സോൾട്ട് ബൈ ഡ്രെയിനിങ് സീ വാട്ടർ. അതായത് ആ സമയത്ത് അക്കാലത്ത് കടലിൻ്റെ വെള്ളത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കുന്ന ഒരു ജോലിയിലായിരുന്നു ഒരുപാട് ഇന്ത്യക്കാർ ഏർപ്പെട്ടിരുന്നത്. The cruel British rulers declared that India must pay a tax, a special levy for extracting salt. Those who made salt without paying the tax were imprisoned. Gandhiji organized the people against this. അതായത് അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ എന്താണ് അവരെ ക്രൂരമായിട്ടുള്ള ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിയിട്ടുള്ള നികുതി ഈടാക്കാൻ പ്രഖ്യാപിച്ചു. അപ്പോൾ ഇതിനെ തുടർന്നിട്ട് നികുതി കൊടുക്കാതെ ഉപ്പ് അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നവരെ എന്താണ് ജയിലിൽ അടയ്ക്കുകയും അതുപോലെ തന്നെ ഇതിനെതിരെ ഗാന്ധിജി ജനങ്ങളുമായിട്ടൊരു കാര്യം അല്ലെങ്കിൽ ഒരു മാർച്ച് സംഘടിപ്പിച്ചു എന്നാണ് പറയുന്നത്. They marched in a procession to Dandi Beach, a place far away from Gandhiji's Sabarmati ashram. Taking a handful of salt from the sea, Gandhiji said, "Even if these hands holding the salt are crushed, they will not give up the salt." അതായത് എന്താണ് പറയുന്നത്, ഗാന്ധിജി സബർമതി ആശ്രമം. അപ്പോൾ ഇതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക, പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇതൊക്കെ ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ വർഷം സംഭവങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന രീതിയിൽ പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഗാന്ധിജി എന്താണ് സബർമതി ആശ്രമത്തിൽ നിന്ന് വളരെ അകലെയുള്ള ദണ്ഡി കടപ്പുറത്തേക്ക് ഒരു ജാഥ അല്ലെങ്കിൽ ഒരു പ്രൊട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു മാർച്ച് സംഘടിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഗാന്ധിജി എന്താണ് ഒരു ഹാൻഡ്ഫുൾ ഒരു കൈപ്പിടി ഉപ്പ് വാരിയിട്ട് ഗാന്ധിജി പറയുകയാണ്, ഈവൻ ഇഫ് ദിസ് ഹാൻഡ് ഹോൾഡിംഗ് സാൾട്ട് ആർ ക്രഷ്ഡ് ദേ വിൽ നോട്ട് ഗീവ് അപ്പ് ദി സാൾട്ട്. അതായത് ഉപ്പ് പിടിച്ച ഈ കൈകൾ തകർക്കപ്പെട്ടാലും ഉപ്പ് ഞാൻ വിട്ടുകൊടുക്കില്ല. അത്രയും ആത്മവിശ്വാസത്തിൽ അത്രയും ഇതോടെ കൂടിയിട്ടാണ് ഗാന്ധിജി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. Then find out the more information about the salt satyagraha with the help of your teacher. അതായത് ടീച്ചറുടെ സഹായത്തോട് കൂടിയിട്ട് അതായത് എന്തൊക്കെയാണ് ഡേറ്റ് ആൻഡ് ദ പ്ലേസ് ഓഫ് സോൾട്ട് സത്യാഗ്രഹ, ഗാന്ധിജീസ് ലീഡർഷിപ്പ്, ദണ്ഡി മാർച്ച് എന്നിവയെക്കുറിച്ച്, അതായത് ഗാന്ധിജിയുടെ ആ നേതൃത്വത്തെക്കുറിച്ചിട്ടും അതിനെക്കുറിച്ചിട്ടുമൊക്കെ നമ്മളോട് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ ടീച്ചറുടെ സഹായത്തോടെ എഴുതാനും കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡേറ്റ് എന്ന് പറയുന്നത് March 12 to 6 April 1913 വരെയാണ് അതിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത്. സ്ഥലം എന്ന് പറയുന്നത് സബർമതി ആശ്രം ടു ദണ്ഡി ആണ്, ദണ്ഡി ബീച്ചാണ്. ഗാന്ധിജിയുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഹിസ് ഫോളോഡ് ആൻഡ് സ്റ്റാർട്ടഡ് സോൾട്ട് സത്യാഗ്രഹ, മാർച്ച് ഫ്രം സബർമതി ആശ്രം ടു ദണ്ഡി ആൻഡ് ബ്രേക്ക് ദ ലോ. അതായത് ബ്രിട്ടീഷുകാർ നിയമം കൊണ്ടുവന്നതിനെ പൊട്ടിച്ചു അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. അതാണ് അതിലെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, അതിൻ്റെ നേതൃത്വം എന്ന് പറയുന്നത്. ദണ്ഡി മാർച്ച് എന്ന് പറയുന്നത് നമ്മൾ സാൾട്ട് സത്യാഗ്രഹ എന്നും അതിനെ പറയുന്നുണ്ട്. ദ റീച്ച് ദണ്ഡി വർ ദ ഗ്യാദർ സാൾട്ട് ഫ്രം ദ സീ ആൻഡ് ബോയിൽഡ് വാട്ടർ ടു പ്രൊഡ്യൂസ് സാൾട്ട് ആൻഡ് ഓപ്പൺലി ഡിഫൈനിങ് ദ ബ്രിട്ടീഷ് ലോ. അടുത്തതാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. 1942 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് വിനായക് സാർ then introduced the diary of a freedom fighter to the children. അതായത് കുട്ടികൾക്ക് ഒരു ഡയറി കുറിപ്പ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് വിനയൻ സാർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഡയറി കുറിപ്പ് ഒന്ന് വായിക്കാം. 1942 August 8. Today was the day I got immense enthusiasm and energy in the freedom struggle. അതായത് ഇന്ന് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടുള്ള എനിക്ക് ഏറ്റവും ഊർജവും അതുപോലെ തന്നെ ആവേശവും ലഭിച്ചിട്ടുള്ള ഒരു ദിവസമാണെന്ന് പറയുന്നു. I had been the privilege of attending the Mumbai conference of the Indian National Congress INC, where the demand for quit India was passionately present. The meaning of this slogan was clear and resolved. Leave India, Gandhiji reminded us that this must be the most powerful agitation for freedom. Babuji called on everyone to do or die. Inspired by his words, I found myself standing up without knowing and raising my fist and shouting with all my might the slogan Quit India, Quit India. അതായത് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒരുപാട് സന്തോഷം അല്ലെങ്കിൽ ആവേശവും ഊർജവും ഒക്കെയുള്ള ദിവസമാണ്. എന്താ
എന്താണ്, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുംബൈയിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു സമ്മേളനത്തിൽ അദ്ദേഹം, അതായത് ഇത് എഴുതിയിട്ടുള്ള ആൾ പങ്കെടുക്കുകയുണ്ടായി. അതിലെന്താണ് പറയുന്നത്, ക്വിറ്റ് ഇന്ത്യ എന്ന ആവശ്യമാണ് അവതരിപ്പിച്ചത്. അതായത് ഇന്ത്യ വിടുക എന്നതാണ് അതിൻ്റെ അർത്ഥം. അതായത് സ്വാതന്ത്ര്യം, ഇൻഡിപെൻഡൻസിന് വേണ്ടി ഏറ്റവും ശക്തിയായി നടന്നിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഗാന്ധിജി ഓർമ്മിപ്പിച്ചത് ഡു ഓർ ഡൈ, അതായത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നാണ് ഗാന്ധിജി ആഹ്വാനം ചെയ്തത്. ഇത് കേട്ട ഞാനെന്താണ്, അറിയാതെ എഴുന്നേറ്റ് നിന്നിട്ട് എൻ്റെ മുഷ്ടി ചുരുട്ടിയിട്ട് മുദ്രാവാക്യം വിളിച്ചു, ക്വിറ്റ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ എന്ന്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, അതായത് അക്കോർഡിംഗ് ടു ദ ഗാന്ധിജി the thousands of people must have been participates in the Gandhi struggles, isn't it, sir? Tejas asked. അതായത് ഗാന്ധിജിയുടെ ഈ ആഹ്വാനം അനുസരിച്ച് ആയിരങ്ങൾ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടാകുമല്ലേ സാർ എന്ന് തേജസ് ചോദിക്കുകയാണ്. Of course, the slogan of this movement echoed all over the India. It gave people more powerful and strength. Sir replied. അതായത് ശരിക്കും അങ്ങനെ തന്നെയാണ്. ഈ സമരത്തിൻ്റെ മുദ്രാവാക്യം ഇന്ത്യയിൽ മുഴങ്ങിക്കേട്ടു എന്നാണ് പറയുന്നത്. ഇത് ജനങ്ങൾക്ക് കൂടുതൽ പവർ, അതായത് ശക്തി എല്ലാം പകർന്നു നൽകിയെന്നും സാർ അവരോട് പറഞ്ഞു. Collect the following information about the Quit India movement with the help of your class library and prepare a note. അതായത് നിങ്ങളോടൊരു നോട്ട് ഉണ്ടാക്കാനാണ്, അതായത് ക്വിറ്റ് ഇന്ത്യ ഭാഗത്തോടനുബന്ധിച്ചുള്ള ഒരു നോട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ കൊടുത്തിട്ടുള്ളത് എന്താണ്, ക്വിറ്റ് ഇന്ത്യ ഡേ എന്ന് പറയുന്നത് എന്താണ്, August 9 ആണ് ക്വിറ്റ് ഇന്ത്യ ഡേ എന്ന് പറയുന്നത്. ലീഡേഴ്സ് ഹു ലെഡ് ദ ഫ്രീഡം സ്ട്രഗിൾ, ഒരുപാട് പേരുണ്ട്. ഗാന്ധിജി, അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു, അതുപോലെ തന്നെ അരുൺ ആസിഫ് അലി, അങ്ങനെ ഒരുപാട് പ്രമുഖർ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രബോസ് ഒക്കെ അതിൽ വളരെയധികം പ്രധാനപ്പെട്ട് പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ റിസൾട്ട് ഓഫ് ഫ്രീഡം സ്ട്രഗിൾ എന്ന് പറയുന്നത്, ഫ്രീഡം മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്, അതായത് ഇറ്റ് ഇൻറ്റൻസിഫൈ ദ ഡിമാൻഡ് ഫോർ ഇൻഡിപെൻഡൻസ് ആൻഡ് വീക്കൻ ദ ബ്രിട്ടീഷ് റൂൾ ആൻഡ് ദ സ്ട്രോങ് സെൻസ് ഓഫ് നാഷണൽ യൂണിറ്റി എമംഗ് ദ ഡൈവേഴ്സ് ഗ്രൂപ്പ്സ് ഇൻ ഇന്ത്യ. ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫ്രീഡം സ്ട്രഗിൾസ് ഇൻ കേരള. അതായത് എന്താണ്, അതായത് കേരളത്തിലും ഒരുപാട് ഫ്രീഡം സ്ട്രഗിൾസ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. ദെൻ there were many agitations in Kerala to asked നവീൻ, അതായത് നവീന് പറയുകയാണ്, അപ്പോൾ കേരളത്തിലും ധാരാളം ഇങ്ങനെ സ്വാതന്ത്ര്യ സമരങ്ങൾ നടന്നിട്ടുണ്ടാകുമല്ലേ സാറെന്ന് ചോദിക്കുകയാണ്. Yes, the spirit of freedom movement led the Gandhiji ഓൾസോ സ്പ്രെഡ് ഇൻ കേരള. അതായത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ലീഡർഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ആ സ്വാതന്ത്ര്യ സമരം കേരളത്തിലും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് അലയടിച്ചിട്ടുണ്ട് എന്ന് സാറ് പറയുകയാണ്. ദ സോൾട്ട് ലോ വാസ് വയലേറ്റഡ് അറ്റ് പയ്യന്നൂർ ബീച്ച് ഇൻ കണ്ണൂർ. അതായത് കണ്ണൂരിലുള്ള പയ്യന്നൂർ ബീച്ചിൽ ഉപ്പിൻ്റെ ആ സോൾട്ട് ലോ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. കെ കേളപ്പൻ ആക്ടഡ് ആസ് ദ ലീഡർ ഓഫ് ദ മൂവ്മെൻറ്റ്. ലേറ്റർ ഹി വാസ് നോൺ ആസ് ദ കേരള ഗാന്ധി. അതായത് കേളപ്പൻ എന്ന് പറയുന്ന വ്യക്തി അറിയപ്പെടുന്നത് എന്താണ്, കേരള ഗാന്ധി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പോൾ ഹൂ ഈസ് കേരള ഗാന്ധി എന്നൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആരാണ്, കേളപ്പൻ. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ Sir, who were the other leaders who led the freedom struggles in Kerala? അപ്പോൾ സാറിനോട് ചോദിക്കുകയാണ്, കേരളത്തിൽ മറ്റേതൊക്കെ ആളുകളായിരുന്നു, ലീഡേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നതെന്ന് ചോദിക്കുകയാണ്. ചിൽഡ്രൻ were curious to know more. അതായത് കുട്ടികൾക്ക് കൂടുതൽ അറിയാൻ വളരെ ആവേശമായി എന്നാണ് പറയുന്നത്. There are hundreds of people like T.K. Madhavan, K.P. Keshavan Menon, Muhammad Abdul Rahman, A.K. Gopalan, Akkamma Cheriyan, Kuttimalu Amma and others. Sir, recall answer. അപ്പോൾ അതായത് ഒരുപാട് പേര്, നൂറുകണക്കിന് പേരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വളരെയധികം പങ്ക് വഹിച്ചിട്ടുള്ളതാണ് T.K. മാധവൻ, K.P. കേശവദേവ്, മുഹമ്മദ് അബ്ദുറഹ്മാൻ, A.K. ഗോപാലൻ, അക്കമ്മ ചെറിയാൻ, കുട്ടിമാളു അമ്മ എന്ന് പറയുന്ന ഒരുപാട് നേതാക്കൾ ഉണ്ടായിട്ടുണ്ട്. The children took note of all the information given by sir. അതായത് മാഷ് പറയുന്ന എല്ലാ ഇൻഫോർമേഷൻസും കുട്ടികൾ ഒരു നോട്ടിൽ എഴുതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ഡൗൺ ദ മേജർ ഫ്രീഡം സ്ട്രഗിൾസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ കേരള. അപ്പോൾ കേരളത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന പ്രധാന സമരങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് എഴുതാനാണ്. അപ്പോൾ ഒരുപാട് സമരങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. മലബാർ റെബല്യൻ, അതുപോലെ തന്നെ മലബാർ റെബല്യന് തന്നെയാണ് നമ്മൾ ഈ മാപ്പിള റെബല്യൻ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ വൈക്കം സത്യാഗ്രഹ, ഗുരുവായൂർ സത്യാഗ്രഹ, ആറ്റുങ്ങൽ
കൺസ്യൂമർ റിവോൾട്ട്, അതുപോലെ ഒരുപാട് സാൾട്ട് സത്യാഗ്രഹം നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ അടുത്തത് ഫ്രീഡം ഫൈറ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതായത് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തരാൻ ഒരുപാട് നേതാക്കന്മാരുടെ ജീവൻ അർപ്പിച്ചിട്ടും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലെ ഒരുപാട് പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയുമൊക്കെ അനുഭവിച്ചിട്ടാണ് നമുക്ക് ഇപ്പോൾ ഈ കാണുന്ന സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന നമ്മുടെ മഹാത്മാഗാന്ധിയെ കുറിച്ചിട്ടാണ് ആദ്യം പഠിക്കുന്നത്. ആൻഡ് ചിൽഡ്രൻസ്, ഡു യു നോ ദ ലീഡേഴ്സ് ഹു ഇൻസ്പയർഡ് ഫ്രീഡം ഫൈറ്റേഴ്സ് ഓൾ ഓവർ ദ ഇന്ത്യ? അതായത് നിങ്ങൾക്കറിയാമോ ഇന്ത്യയിൽ ചുറ്റുമുള്ള ഈ സ്വാതന്ത്ര്യ സമരങ്ങൾക്കൊക്കെ പ്രചോദനമായിട്ട് ഉണ്ടായിട്ടുള്ള നേതാവ് ആരാണെന്ന്? അപ്പോൾ എല്ലാവരും പറയാണ് ഗാന്ധിജി. നമുക്കറിയാം അല്ലെ? സാർ ആസ്ക്ഡ് ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് ക്വിക്ക്ലി ദേ റിപ്ലൈഡ് ഗാന്ധിജി. സാർ ഈ ചോദ്യം ചോദിച്ചതും അവർ പെട്ടെന്ന് തന്നെ ഗാന്ധിജി എന്ന ഉത്തരം പറയുകയും ചെയ്തു. നൗ റീഡ് ദ ഇൻഫോർമേഷൻസ് ദേ കളക്റ്റഡ് അബൌട്ട് ഗാന്ധിജി ഫ്രം ദ ബുക്സ് ഇൻ ദ ലൈബ്രറി. അപ്പോൾ ഇവിടെ നമുക്ക് താഴെ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. ഗാന്ധിജിയെ കുറിച്ചിട്ട് ആ കുട്ടികൾ ശേഖരിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഗാന്ധിജി വാസ് ബോൺ ഇൻ പോർബന്ദർ, ഗുജറാത്ത്. അതായത് ഗുജറാത്തിലെ പോർബന്ദറിലാണ് നമ്മുടെ ഗാന്ധിജി ജനിച്ചിട്ടുള്ളത്. ഹിസ് റിയൽ നെയിം വാസ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരിയായ യഥാർത്ഥ പേരെന്ന് പറയുന്നത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. ആൻഡ് ഹി ലെഫ്റ്റ് ഹിസ് ജോബ് ആസ് എ ലോയർ ഇൻ സൗത്ത് ആഫ്രിക്ക ആൻഡ് റിട്ടേൺ ടു ഇന്ത്യ ടു ജോയിൻ ദ ഫ്രീഡം സ്ട്രഗിൾ. അപ്പോൾ അദ്ദേഹം എന്താണ് നമ്മുടെ സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിട്ടുള്ള വക്കീൽ ജോലി ഉപേക്ഷിച്ചിട്ട് ഇന്ത്യയിലെത്തിയിട്ട് എന്താണ് അദ്ദേഹം ഫ്രീഡം സ്ട്രഗിൾസിലൊക്കെ പങ്കുചേരുകയാണ് ഉണ്ടായത്. ത്രൂ ഹിസ് സിമ്പിൾ വേ ഓഫ് ലിവിങ്, ഹൈ തിങ്കിങ് ആൻഡ് വാം ഇൻറ്ററാക്ഷൻ, ഹി റോസ് ടു ബിക്കം ദ ലീഡർ ഓഫ് ഇന്ത്യ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലളിതമായ ജീവിതവും അതുപോലെ തന്നെ ഉയർന്ന ചിന്തയും ഹൃദ്യമായ ഇടപെടലുകൾ കൊണ്ട് അദ്ദേഹം എന്താണ് ഇന്ത്യയിലെ നേതാവായി ഉയർന്നു എന്നാണ് പറയുന്നത്. ലീഡർ ഓഫ് ഇന്ത്യ. Truth and non-violence were always evident in his words and actions. അതായത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ എപ്പോഴും സത്യവും അഹിംസയും അദ്ദേഹത്തിൻ്റെ വാക്കിലും അതുപോലെ തന്നെ പ്രവൃത്തിയിലും തെളിഞ്ഞു നിന്നിരുന്നു എന്നാണ് പറയുന്നത്. The children affectionately call him ബാബുജി. അപ്പോൾ കുട്ടികൾ അദ്ദേഹത്തിനെ സ്നേഹത്തോടെ എന്താണ് വിളിക്കുന്നത്? ബാബുജി എന്നാണ് വിളിക്കുന്നത്. Then he led the important movements like ചമ്പാരൻ movement, the non-cooperation movement, salt satyagraha, the quit India movement, etc. അപ്പോൾ അദ്ദേഹം ഒരുപാട് സമരങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപാട് മാർച്ചിനൊക്കെ നേതൃത്വം നൽകിയിട്ടുള്ളതാണ്. ചമ്പാരൻ, അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, അതുപോലെ സോൾട്ട് സത്യാഗ്രഹ എന്നിവ എല്ലാത്തിനെയും നേതൃത്വം വഹിച്ചിട്ടുള്ളത് നമ്മുടെ മഹാത്മാഗാന്ധി ബാബുജിയാണ്. ദെൻ ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുണ്ട് കളക്ട് മോർ ഇൻഫോർമേഷൻ അബൌട്ട് ഗാന്ധിജി ഫ്രം യുവർ സ്കൂൾ ലൈബ്രറി ആൻഡ് പ്രിപ്പയർ ഷോർട്ട് നോട്ട്സ്. പ്രിപ്പയർ എ ഗാന്ധിജി മാഗസീൻ ആസ് ഗ്രൂപ്പ് ആക്ടിവിറ്റി. അപ്പോൾ നിങ്ങളോട് ഒരു വിവരണം എന്ന രീതിയിലൊരു നോട്ട് എഴുതാനാണ്. നിങ്ങൾ ലൈബ്രറിയിൽ നിന്നൊക്കെ വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ട് വേണം. അപ്പോൾ എന്തൊക്കെ ആയിരിക്കണം? അതായത് ഗാന്ധിജി മാഗസീൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഒരു സ്കൂളിൽ ക്ലാസ്സിൽ ഓരോ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് വേണം നിങ്ങളിത് ചെയ്യാൻ. അപ്പോൾ എന്തൊക്കെ വേണം? ബർത്ത് പ്ലേസ്, ജന്മസ്ഥലം, പാരൻസിനെ കുറിച്ച് വേണം, ആത്മകഥ, ഓട്ടോബയോഗ്രഫി, ലൈഫ് സ്റ്റൈൽ, ജീവിത രീതി, ദെൻ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ്, സ്വഭാവ ഗുണങ്ങൾ, ദെൻ മെത്തേഡ്സ് ഓഫ് സ്ട്രഗിൾസ്, അദ്ദേഹത്തിൻ്റെ സമര രീതികൾ, ദെൻ ഗാന്ധിജി ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ, അത് ജനനം എന്നിവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മളിത് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഷോർട്ട് നോട്ട് നോക്കാം ഗാന്ധിജിയെ കുറിച്ചിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട്. അപ്പോൾ നമുക്ക് മഹാത്മാഗാന്ധി നോക്കാം. മഹാത്മാഗാന്ധി വാസ് ബോൺ ഓൺ October 2, 1869 in Porbandar, Gujarat. His father's name was Karamchand Gandhi and his mother's name was Putlibai. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് കരംചന്ദ് ഗാന്ധി എന്നും അമ്മയുടെ പേര് പുത്ലിബായ് എന്നുമാണ്. ഹി ലീവ്ഡ് വെരി സിമ്പിൾ ലൈഫ്. വളരെ ലളിതമായ ജീവിതമാണ് അദ്ദേഹം ജീവിച്ചിട്ടുണ്ടായിരുന്നത്. വിയറിങ് ഖാദി ക്ലോത്ത്സ് ആൻഡ് ഈറ്റിംഗ് സിമ്പിൾ ഫുഡ്. അതായത് ഖാദി വസ്ത്രങ്ങളും അതുപോലെ തന്നെ വളരെ ലളിതമായ ആഹാരങ്ങളുമായിരുന്നു അദ്ദേഹം ഭക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഹി ഓൾവേസ് സ്പോക്ക് ദ ട്രൂത്ത് ആൻഡ് ബിലീവ്ഡ് ഇൻ നോൺ വയലൻസ്. അതായത് സത്യത്തെയാണ് അദ്ദേഹം മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നത്. ഗാന്ധിജി റോട്ട് ഹിസ് ലൈഫ് സ്റ്റോറി ഇൻ എ ബുക്ക് കോൾഡ് ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്. അതായത് ഗാന്ധിജി ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവിത കഥയാണത്. ബുക്കിൻ്റെ പേരെന്ന് പറയുന്നത് ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പീരിയൻസ് വിത്ത് ട്രൂത്ത്. അതായത് എൻ്റെ സത്യാന്വേഷണങ്ങൾ എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ് അതിൻ്റെ പേരെന്ന് പറയുന്നത്. ഹി വാസ് എ കൈൻഡ്, ബ്രേവ് ആൻഡ് പീസ് ലവിങ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ
British, he used non-violence and truth as his main weapon. He led many freedoms movements like Salt March and Quit India movements. His effort helped India gain independence in 1947. We call him the father of nation and lovingly remember him as Babuji. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഷോർട്ട് നോട്ടാണ് ഇത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഭാഗം പഠിക്കാം. ഇപ്പോൾ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചിട്ടാണ് ഇനി പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്കത് പഠിക്കാം. Can you guess the person from the clues given below? Vinayan sir continued. അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരാളെ പരിചയപ്പെടുത്തുകയാണ്. അതായത് ഇവിടെ കുറച്ച് സൂചനകൾ കൊടുക്കുന്നുണ്ട്. വിനയ മാഷ് ചോദിക്കുകയാണ്, അതിൽ നിന്ന് നിങ്ങൾക്ക് ആളെ കണ്ടെത്താൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. ആൻഡ് അപ്പോൾ നമുക്ക് നോക്കാം ആ സൂചനകൾ, ഹിൻസ് എന്താണെന്ന്. He worked with Gandhiji at the forefront on the freedom struggle. അതായത് അദ്ദേഹം ഗാന്ധിജിക്കൊപ്പം തന്നെ മുൻനിരയിൽ ഫ്രീഡം സ്ട്രഗിളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ ഹി വാസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. ഹി വാസ് ദ വൺ ഹു ഡിക്ലെയർഡ് ദ ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യ സ്വതന്ത്രം നേടിയെന്ന വിവരം പ്രഖ്യാപിച്ചത് ഇദ്ദേഹമാണ്. ചിൽഡ്രൻസ് ഫോൺലി കോൾഡ് ഹിം ചാച്ചാജി. കുട്ടികൾ അദ്ദേഹത്തെ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ആളിനെ മനസ്സിലായിട്ടുണ്ടാകും. അതായത് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണല്ലേ. എവ്രി വൺ ആൻസർ ടുഗദർ ജവഹർലാൽ നെഹ്റു. എല്ലാവരും ഒപ്പം പറഞ്ഞു ജവഹർലാൽ നെഹ്റു. ഫൈൻഡ് ആൻസേഴ്സ് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ജവഹർലാൽ നെഹ്റു യൂസിങ് ദ ബുക്സ് ഇൻ ദ ക്ലാസ് ലൈബ്രറി. അതായത് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചുള്ള താഴെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഉത്തരം പറയാനാണ്. അപ്പോൾ നമുക്ക് ആ ഉത്തരങ്ങൾ നോക്കാം. അപ്പോൾ ചോദ്യങ്ങൾ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. വെൻ ഈസ് നെഹ്റൂസ് ബർത്ത്ഡേ? ഇൻ വാട്ട് നെയിം ഡു വി ഒബ്സർവ് ദിസ് ഡേ? അതായത് എന്നാണ് നെഹ്റുവിൻ്റെ ജന്മദിനം? ഈ ദിവസം ഏതു പേരിലാണ് നാം ആഘോഷിക്കുന്നത് എന്നാണ് നമുക്കെല്ലാവർക്കും അറിയാം. November 14 ചിൽഡ്രൻസ് ഡേ ആണ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് നെഹ്റൂസ് ഓട്ടോബയോഗ്രഫി? അതായത് നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ആൻ ഓട്ടോഗ്രഫി എന്നാണ്. ഇനി ഇവിടെ പ്രിപ്പയർ എ സ്പീച്ച് അബൌട്ട് ജവഹർലാൽ നെഹ്റു കളക്ടിങ് മോർ ഇൻഫോർമേഷൻസ് ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ടു ദ ക്ലാസ്. അതായത് നിങ്ങൾ ചിൽഡ്രൻസ് ഡേക്കൊക്കെ ഒരുപാട് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ സ്പീച്ചൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഒരു സ്പീച്ച് ഉണ്ടാക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഗുഡ് മോർണിംഗ് എവ്രി വൺ, ടുഡേ ഐ ആം ടോക്കിംഗ് അബൌട്ട്, അങ്ങനെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, then അടുത്തത്, സർ ഓൾസോ ഇൻട്രൊഡ്യൂസ് അതർ ലീഡേഴ്സ് ഹു പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾസ് ടു ദ ചിൽഡ്രൻസ്. അതായത് സാറ് എന്താണ് ചെയ്തത്? കൂടുതൽ അതായത് ഫ്രീഡം സ്ട്രഗിളിൽ വഹിച്ചിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള മറ്റ് ചിലരെ കൂടി സാറ് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അവരുടെ ചിത്രവും അതുപോലെ തന്നെ അവരുടെ പേരുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേത് സുഭാഷ് ചന്ദ്രബോസ്, ദെൻ സെക്കൻഡ് വൺ സർദാർ വല്ലഭായ് പട്ടേൽ, ദെൻ തേർഡ് വൺ ഗോപാലകൃഷ്ണ ഗോഖലെ, ദെൻ fourth one Sarojini Naidu, then fifth one Bal Gangadhar Tilak, then sixth one Bhagat Singh, and seventh one Aruna Asif Ali, then last one Khan Abdul Ghaffar Khan. അപ്പോൾ ഇവർ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് വളരെയധികം പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള കുറച്ച് പേരെ ആണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. ഓക്കെ, now you are familiar with some of the leaders who participate in the freedom struggle of India. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ആളുകളെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. Then identify and write the names of the leaders related to the fact given below. അപ്പോൾ താഴെ കുറച്ച് വസ്തുതകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ലീഡേഴ്സിനെ അവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് പേജിലാണ് ആ കാര്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ഇത് ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ പേരുകൾ അതിന് നേരെ എഴുതാനാണ്. അപ്പോൾ നമുക്ക് വായിക്കാം. ദ ഫസ്റ്റ് വുമൻ ടു ബിക്കം ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നോൺ ആസ് ദ നൈറ്റിംഗൽ ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആയിട്ടുള്ള ആദ്യ വുമൺ വനിതയാരാണെന്നും അതുപോലെ തന്നെ ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ വാനമ്പാടി നൈറ്റിംഗൽ ഓഫ് ഇന്ത്യ എന്നാണ്. ആരാണത്? സരോജിനി നായിഡു ആണല്ലേ. അപ്പോൾ നമുക്ക് അവിടെ സരോജിനി നായിഡു എന്ന് എഴുതാം. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഹി ടുക്ക് അപ്പ് ആംസ് ആൻഡ് ഫൗട്ട് bravely against the British. He was hanged at the age of 23. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ വളരെ ധീരമായിട്ട് ആയുധമെടുത്ത് പോരാടിയ വ്യക്തിയാണ്. അതുപോലെ തന്നെ തൻ്റെ 23-ാം വയസ്സിൽ അദ്ദേഹത്തെ തൂക്കി കൊലപ്പെടുകയും ചെയ്തു. ആരാണ് ഇദ്ദേഹം? ഭഗത് സിംഗ് ആണല്ലേ. അപ്പോൾ ഭഗത് സിംഗ് എന്ന് എഴുതാം.
ദെൻ അടുത്തത് ഷീ ഈസ് നോൺ ആസ് ദ ക്വീൻ ഓഫ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ഷീ ഈസ് ദ ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ്. അതായത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റിൻ്റെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുകയും അതുപോലെ തന്നെ സമരത്തിൻ്റെ ഗ്രാൻഡ് ഓൾഡ് ലേഡി എന്നറിയപ്പെടുകയും വിളിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തി ആരാണ്? അരുണ ആസിഫ് അലി എന്നാണ്. ദെൻ അടുത്തത് പറയുന്നത് ഹി പ്ലേഡ് എ മേജർ റോൾ ഇൻ ദ ഫോർമേഷൻ ഓഫ് ദ ഇന്ത്യൻ യൂണിയൻ ബൈ യുണൈറ്റിംഗ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ് നോൺ ആസ് ദ അയൺ മാൻ ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യയുടെ അയൺ മാൻ എന്നറിയപ്പെടുന്നത്, ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അതായത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ദെൻ അടുത്തത് ഹി ഫോംഡ് ദ ഇന്ത്യൻ നാഷണൽ ആർമി ആൻഡ് ഫൗട്ട് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് നോൺ ആസ് നേതാജി. അതായത് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിക്കുകയും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും നേതാജി എന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തി ആരാണ്? അതായത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. then അടുത്തത് സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ് നോൺ ആസ് ലോകമന്യ. അതായത് സ്വരാജ്യം എന്ന് പറയുന്നത് എൻ്റെ ജന്മാവകാശമാണെന്നും അത് ഞാൻ നേടുക തന്നെ ചെയ്യുമെന്നും പ്രഖ്യാപിച്ച ലോക്മാന്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ബാലഗംഗാധർ തിലക്. then അടുത്തത് the guru who guided Gandhiji into politics, founder of an organization servants of Indian society. അതായത് എന്താണ്? ഗാന്ധിജിയുടെ രാഷ്ട്രീയത്തിലേക്ക് നയിച്ചിട്ട ഗുരു എന്നറിയപ്പെടുകയും സെർവൻറ്റീസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിക്കുകയും ചെയ്ത വ്യക്തി ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്ന് പറയുന്നത്. then അടുത്തത് ഫോളോഡ് ഗാന്ധിജീസ് ഐഡിയാസ് നോൺ ആസ് ദ ഫോണ്ടിയർ ഓഫ് ഗാന്ധിജി. ഗാന്ധിജിയുടെ ആദർശങ്ങൾ പിന്തുടർന്ന് അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ എന്ന വ്യക്തിയാണ്. ഓക്കെ, ദെൻ കളക്ട് ദ പിക്ചേഴ്സ് ഓഫ് അതർ ഫ്രീഡം ഫൈറ്റേഴ്സ് ആൻഡ് പേപ്പർ എ വാൾ പോസ്റ്റർ. അതായത് നിങ്ങൾ ക്ലാസ്സിൽ എല്ലാവരും ചെയ്തിട്ടൊരു വാൾ പോസ്റ്റർ, ഇനിയും ഒരുപാട് സ്വാതന്ത്ര്യ സമര ലീഡേഴ്സ് ഉണ്ട്, അപ്പോൾ അവരുടെ ഫോട്ടോ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളത് ചാർട്ടിലൊക്കെ ഒന്ന് പ്രദർശിപ്പിച്ചിട്ട് ക്ലാസ്സിൽ ഒട്ടിക്കുക. ഓക്കെ, then if there are peoples in your locality who can share information related to the freedom struggles, interview them and gather information. അതായത് നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുന്നവർ, പങ്കുവെക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അവരുമായിട്ടൊരു ഇൻ്റർവ്യൂ നടത്തുക. അതിൽ നിന്ന് നിങ്ങൾ വിവരങ്ങൾ ശേഖരിക്കുക എന്ന് പറയുന്നതാണ്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ വ്യക്തികൾ ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ പരിസരത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുമായിട്ടൊരു ഇൻ്റർവ്യൂ എന്ന രീതിയിൽ കുറച്ച് ചോദ്യങ്ങളൊക്കെ അവരോട് ചോദിക്കുക. എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആൻഡ് ഓൾസോ ഫൈൻഡ് ഔട്ട് ദർ ആർ പ്ലേസസ് റിലേറ്റഡ് ടു ദ ഫ്രീഡം സ്ട്രഗിൾസ് ഇൻ യുവർ ഏരിയാസ്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രദേശത്തെ ഏതെങ്കിലും ഒരു സ്ഥലം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അതും ഒന്ന് അന്വേഷിച്ചറിയാനാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ടോപ്പിക്കാണ് ഇന്ത്യ ടുവേർഡ്സ് ഇൻഡിപെൻഡൻസ്. അതായത് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക്. ചിൽഡ്രൻസ് പ്രിപ്പയർ ആൻ ഇൻഡിപെൻഡൻസ് ഡേ മാഗസിൻ ഇൻകോർപ്പറേറ്റിംഗ് ദ ഇൻഫോർമേഷൻസ് ഗാതേർഡ് ഫ്രം ദ വിനയ് ആൻഡ് സാർ. റീഡ് ദ ഇൻഫോർമേഷൻസ് ഇൻ ദ മാഗസിൻ റിലീസ്ഡ് ബൈ ദ മേഘ ടീച്ചർ. അപ്പോൾ ഇപ്പോൾ എന്താണ്, അവർ ഒരുപാട് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് വിനയൻ മാഷിൽ നിന്ന്. അപ്പോൾ അവർ ഒരു മാഗസിൻ തയ്യാറാക്കി അത് മേഘ ടീച്ചറിനോട് പ്രകാശനം ചെയ്യാനുള്ള പതിപ്പുകളാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ വിവരങ്ങൾ നമ്മളോട് വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, അപ്പോൾ നമുക്കത് വായിക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? അതായത് മെനി പ്രൊട്ടസ്റ്റേഴ്സ് were organized all over India for freedom. The words of the leaders like Gandhiji inspired the protesters and energized the movement. അതായത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യയിലെമ്പാടും നിരവധി സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗാന്ധിജിയെ പോലുള്ള നേതാക്കളുടെ വാക്കുകളാണ് ഈ സമരങ്ങൾക്കെല്ലാം വളരെ ആവേശം, ഊർജ്ജമായിട്ട് മാറിയിട്ടുള്ളത്. Then some of the protesters turned violent. Many people took up arms to fight against the Britishers. Many of them lost their lives. അതായത് ചില ഒരുപാട് കലാപങ്ങളായിട്ട് മാറിയിട്ടുണ്ട് ചില സമരങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിരവധി ആളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്തിട്ട് പോരാടുകയും അവരുടെ ജീവൻ നഷ്ടമാകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. Then the leaders who led the protesters was imprisoned several times. Thousands of people were arrested along with them. Strict laws were imposed on Indians. അതായത് സമരങ്ങൾക്ക് നേതൃത്വം വഹിച്ചിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ് ഒരുപാട് വട്ടം ജയിലിൽ അകപ്പെടുകയും അതുപോലെ തന്നെ അവർക്കൊപ്പം ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇന്ത്യക്കാർക്ക് മേലെ ഒരുപാട് വലിയ കഠിനമായിട്ടുള്ള നിയമങ്ങൾ ലോകളായിരുന്നു ബ്രിട്ടീഷുകാർ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്.
Then finally, as a result of the continuous protest and decisions, the British were forced to hand over the rule of India to the Indians. അവസാനം എന്താ, നിരന്തരമായിട്ടുള്ള സമരങ്ങളും കലാപങ്ങൾക്കും ഒടുവിൽ, ചർച്ചകൾക്കും ഒടുവിൽ ഇന്ത്യയുടെ ഭരണം എന്ത് ചെയ്തു, ഇന്ത്യക്കാർക്ക് തന്നെ ബ്രിട്ടീഷുകാരെ കൈമാറാൻ നിർബന്ധിതരായി. Then last, on August 15, 1947, India was declared independent from the British rule. Jawaharlal Nehru was the sworn and as first Prime Minister of the Indian President. അതായത് 1942 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വതന്ത്രം നേടിയതായി പ്രഖ്യാപിക്കപ്പെട്ടു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രൈം മിനിസ്റ്റർ ആരാണ്? ജവഹർലാൽ നെഹ്റു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ഉണ്ടായി. അപ്പോൾ ഇതാണ് നമുക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഇതൊക്കെ പഠിക്കണം. Then, while the world is asleep at midnight, India is awakening to the freedom and life, Nehru said with enthusiasm. ഈ അർദ്ധരാത്രിയിൽ ലോകം നിദ്രയിലായിരിക്കുമ്പോൾ ഇന്ത്യ സ്വതന്ത്രത്തിലേക്ക്, ജീവിതത്തിലേക്ക് ഉണരുകയാണ്. അദ്ദേഹം ആവേശത്തോടെ, അതായത് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുള്ള, വളരെ ആവേശത്തോടെ പറഞ്ഞിട്ടുള്ള ഒരു പ്രസംഗത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഈ അർദ്ധരാത്രിയിൽ ലോകം നിദ്രയിലായിരിക്കുമ്പോൾ, അതായത് ഉറക്കത്തിലായിരിക്കുമ്പോൾ ഇന്ത്യ സ്വതന്ത്രത്തിലേക്ക്, ജീവിതത്തിലേക്ക് ഉണരുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. Did you read the fact related to India's independence? നിങ്ങൾ ഇന്ത്യയുടെ ഫാക്റ്റുകൾ മനസ്സിലാക്കി വായിച്ചുവല്ലോ. Then use the school library to collect more informations. അതായത് സ്കൂൾ ലൈബ്രറി ഉപയോഗപ്പെടുത്തിയിട്ട് ഒരുപാട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ ശേഖരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. Respond to the statement given below by marking the appropriate symbol in the box wrong or correct. അതായത് ഇവിടെ കുറച്ച് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്, അതിന് ഉചിതമായ അടയാളം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ദ ഫ്രീഡം വി എൻജോയ് ടുഡേ വാസ് അച്ചീവ്ഡ് ബൈ ദ സാക്രിഫൈസ് ഓഫ് മെനി ലീവ്സ്. അതായത് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ ഫ്രീഡം, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുത്തി നേടിയതാണ് എന്നാണ് പറയുന്നത്. ശരിയാണല്ലേ? അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആ സിമ്പിൾ എഴുതാം. ദെൻ അടുത്തത് എന്താണ്? നെക്സ്റ്റ്, വി മസ്റ്റ് ഹോണറബിളി റിമെമ്പർ ദ ഫ്രീഡം ഫൈറ്റേഴ്സ് ഹു ഗെയിൻഡ് ഇൻഡിപെൻഡൻസ് ഫോർ അസ്. അതായത് നമുക്ക് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം നേടിത്തന്ന സമര ലീഡേഴ്സിന്, അതായത് സമര നേതാക്കളെ നാം ആദരവോടെ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഇടുക. ദെൻ അടുത്തത് എന്താണ്? ദ ഫ്രീഡം ദാറ്റ് വി ഗെയിൻഡ് മസ്റ്റ് ബി പ്രൊട്ടക്റ്റ് ആൻഡ് ഷെയർഡ്. നമുക്ക് ഈ ലഭിച്ചിട്ടുള്ള ഈ ഫ്രീഡം നാം സംരക്ഷിക്കുകയും അതുപോലെ തന്നെ അത് ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ദെൻ ഫോർത്ത്, ആസ് ഇന്ത്യൻസ് വി മസ്റ്റ് ബി പ്രൗഡ് ആൻഡ് പാട്രിയോട്ടിക്. അതായത് നമ്മൾ ഇന്ത്യക്കാരെന്ന നിലയിൽ നാം അഭിമാനിക്കുകയും അതുപോലെ തന്നെ പാട്രിയോട്ടിക്, രാജ്യസ്നേഹം പുലർത്തുകയും വേണം. അപ്പോൾ അതും കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അപ്പോൾ കറക്റ്റ് ഇടുക. ദെൻ വി മസ്റ്റ് സെലിബ്രേറ്റ് ഇൻഡിപെൻഡൻസ് ഡേ ഗ്രാൻഡ്ലി എവറി ഇയർ. എല്ലാ വർഷവും നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ വളരെ ഗ്രാൻഡായി തന്നെ ആഘോഷിക്കണം എന്ന് പറയുന്നു. അതും കറക്റ്റാണ്. അപ്പോൾ ഈ 5 സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? കറക്റ്റാണ്. ഓക്കെ. ദെൻ അടുത്തത് ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കാനാണ്. അതായത് കളക്ട് ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആൻഡ് പിക്ചേഴ്സ് റിലേറ്റഡ് ടു ഇൻഡിപെൻഡൻസ് ഫ്രം ദ ഇൻ്റർനെറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ പ്രിപ്പയർ എ ഡിജിറ്റൽ ആൽബം. അപ്പോൾ നിങ്ങളിത് ക്ലാസ് വർക്കാണ്. അതായത് എല്ലാവരും കൂടിയിട്ട് ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ട് പിക്ചേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ ആർട്ടിക്കിൾസും ഒക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഉൾപ്പെടുത്തി ശേഖരിച്ച് വെച്ചിട്ട് ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കാനാണ്. അപ്പോൾ അത് കൂട്ടുകാർ ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ. അടുത്ത ടോപ്പിക്കാണ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യയുടെ ഭരണഘടനയെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. യു മസ്റ്റ് ഹാവ് നോട്ടീസ് ദാറ്റ് സം പാർട്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് യുവർ ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അതായത് ഫസ്റ്റ് നിങ്ങൾക്കൊരു ആമുഖമായിട്ടുള്ള ഒരു ഭരണഘടനയുടെ ഒരു ആമുഖം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവസാനത്തെ പേജിൽ റൈറ്റ്സ്, അവകാശങ്ങൾ, അതുപോലെ തന്നെ ഡ്യൂട്ടീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. റീഡ് ദം. നിങ്ങളോടത് വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ബാക്ക് സൈഡ് മറിച്ച് നോക്കുക, അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡ് മറിച്ച് നോക്കുക. ഡു യു നോ ഹൂ പ്ലേഡ് ദ മേജർ റോൾ ഇൻ ദ ഫ്രെയിമിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ? അതായത് ആരാണ് ഈ ഭരണഘടന തയ്യാറാക്കാൻ വളരെയധികം പങ്ക് വഹിച്ചിട്ടുള്ളത്? ആരാണെന്നറിയോ? അതായത് ഡോക്ടർ BR അംബേദ്കർ ആണ് ഇതിന് വളരെ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഡോക്ടർ ഭീംറാവു രാംജി അംബേദ്കർ, ദ ഫസ്റ്റ്
Law Minister of India, a new legal framework for independence India was drafted. അതായത് ഡോക്ടർ BR അംബേദ്കറിൻ്റെ നേതൃത്വത്തിലാണ് ആദ്യമായിട്ട് അതായത് ഒരു നിയമസംഹിത എന്ന് പറയുന്നത് തയ്യാറാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് ആ ഡോക്യുമെൻറ്റിനാണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു എഫക്റ്റ് ഓൺ 26 ജനുവരി 1950. അതായത് ഇൻഡിപെൻഡൻസ് ലഭിച്ചതിന് ശേഷം 1950 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നിട്ടുള്ളത്. ആ ദിവസം നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ടാണ് ആഘോഷിച്ചു വരുന്നത്. ഓക്കെ. The Constitution includes the law related to the rights and duties of citizens, governments and election etc. അപ്പോൾ ഈ എന്താ പറയുക, ഈ നിയമത്തിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ അടങ്ങിയിട്ടുള്ളത് എന്തൊക്കെയാണ്? അതായത് ലോ, നിയമങ്ങൾ, അതുപോലെ തന്നെ റൈറ്റ്സ്, അതായത് എന്താണ് നമ്മുടെ അവകാശങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഡ്യൂട്ടീസ്, ചുമതലകൾ, അതുപോലെ തന്നെ ഗവൺമെൻറ്, എലക്ഷൻ, തിരഞ്ഞെടുപ്പ് എന്നിവയെല്ലാമാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദെൻ ഫൈൻഡ് ആൻസേഴ്സ് ടു ദ following questions with the help of class library. അതായത് ക്ലാസ് ലൈബ്രറിയുടെ സഹായത്തോടെ താഴെ പറയുന്ന 3 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, നെയിം ദ ഡേ ഇൻ വിച്ച് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ബീയിങ്. അതായത് ഭരണഘടന നിലവിൽ വന്നിട്ടുള്ള ദിവസം ഏതാണ്, ഏത് പേരിലാണ് നാം ആഘോഷിക്കുന്നത്? ഏത് പേരിലാണ്? റിപ്പബ്ലിക് ഡേ എന്ന രീതിയിലാണ് ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ നിലവിൽ വന്നിട്ടുള്ളത് 26 ജനുവരി 1915. Then second question, who is known as the architect of Indian Constitution? അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ മൂന്നാമത്തെ ചോദ്യം, വിച്ച് കൺട്രി ഹാസ് ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ? അതായത് ഏറ്റവും വലിയ എഴുതപ്പെട്ടിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനുള്ള രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യ. അപ്പോൾ ഇതൊക്കെ പഠിക്കണം, ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിൽ പെട്ട ചോദ്യങ്ങളാണിത്. ദെൻ അടുത്തതാണ് ടുഡേയ്സ് ഇന്ത്യ, അതായത് ഇന്നത്തെ ഇന്ത്യയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദെൻ children shared the informations they had collected from the library with their friends. Mega teacher also participate in the discussions. അതായത് കുട്ടികൾ ആ ലൈബ്രറിയിൽ നിന്നിട്ട് ഒരുപാട് വിവരങ്ങൾ ശേഖരിച്ചു. അതുപോലെ തന്നെ അവരുടെ ചർച്ചയിൽ ആരുണ്ടായിരുന്നു? മേഘ ടീച്ചറും ഉണ്ടായിരുന്നു. Teacher was in India formed by uniting several princely states. It was Johan who raised the doubt this time. അതായത് എന്താണ്? ജോഹാന് ഒരു സംശയം തോന്നി. എന്താണ്? ഒരുപാട് നാട്ടുരാജ്യങ്ങൾ, പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഒരുമിച്ച് ചേർത്തിട്ടാണോ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രി രൂപീകരിച്ചിട്ടുള്ളത്? അപ്പോൾ എന്താ? യെസ്, ദ ടീച്ചർ റിപ്ലൈഡ്, ദീസ് പ്രൊവിൻസസ് ദാറ്റ് were emerged in this way were later recognized based on the language for administrative convenience. These regions are known as states. അപ്പോൾ എന്താണ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്? ഇതുപോലെ ഒരുമിച്ച് ചേർത്തിട്ടുള്ള പ്രദേശങ്ങളെ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിനായിട്ട്, ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് അവരെല്ലാം ലാംഗ്വേജിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചു, ഡിവൈഡ് ചെയ്തു എന്ന് പറയുന്നു. ഇങ്ങനെ വേർതിരിക്കപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് സ്റ്റേറ്റ്സ് എന്താണെന്നാണ്, അതായത് സംസ്ഥാനങ്ങൾ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനമാണല്ലേ. അപ്പോൾ ദ ടീച്ചർ ഇൻട്രൊഡ്യൂസ് ദ മാപ്പ് ഓഫ് ഇന്ത്യ ടു ദ ചിൽഡ്രൻസ്. അതായത് ടീച്ചർ കുട്ടികൾക്ക് മാപ്പ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് പേജിൽ നമുക്ക് മാപ്പാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ കറൻ്റ്ലി ഇന്ത്യ ഹാസ് 28 സ്റ്റേറ്റ്. അപ്പം നിലവിൽ ഇന്ത്യയിൽ ഇപ്പോൾ 28 സംസ്ഥാനങ്ങളാണ് ഉള്ളത്. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റേഴ്സ് ഓഫ് ഈച്ച് സ്റ്റേറ്റ് ഈസ് കോൾഡ് ഇറ്റ്സ് ക്യാപിറ്റൽ. അതായത് ഓരോ സംസ്ഥാനത്തിൻ്റെയും ഓരോ സ്റ്റേറ്റിൻ്റെയും അഡ്മിനിസ്ട്രേറ്റീവിൻ്റെ സെൻറ്റർ, ഭരണ കേന്ദ്രത്തിനാണ് നമ്മൾ ക്യാപിറ്റൽ, തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. ദെൻ ഒബ്സർവ് ദ മാപ്പ് ഷോയിങ് ദ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ ആൻഡ് ദെയർ ക്യാപിറ്റൽ. അപ്പോൾ താഴെ നമുക്കൊരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയതിന് ശേഷം അതുപോലെ ഓരോ സംസ്ഥാനവും അതിൻ്റെ തലസ്ഥാനങ്ങളും രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്.
ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എത്ര സ്റ്റേറ്റ്സ് ആണുള്ളത്? 28 സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ നമ്മളോട് ഇവിടെ പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയുടെ സ്റ്റേറ്റ്സ് ഒക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ 28 കോളം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ കോളത്തിൽ വേണം എഴുതാൻ. ഞാനിവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ സ്റ്റേറ്റ് ആണുള്ളതെന്ന്. ഏതൊക്കെയാണ്? ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ആസാം, ബീഹാർ, ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ജാർഖണ്ഡ്, കർണാടക, കേരള, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ഒഡീഷ, പഞ്ചാബ്, രാജസ്ഥാൻ, സിക്കിം, തമിഴ്നാട്, തെലങ്കാന, ത്രിപുര, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ. അപ്പോൾ ഇതാണ് 28 സംസ്ഥാനങ്ങൾ. അപ്പോൾ 7 സംസ്ഥാനങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലില്ലാത്തത് മാത്രം നിങ്ങൾ മറ്റുള്ള കോളംസിൽ എഴുതിയാൽ മതി. ഓക്കെ, ദെൻ ഇവിടെ അടുത്തത് എന്താണ്? പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ, ദയർ ക്യാപിറ്റൽ ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ മൈ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. അപ്പോൾ നിങ്ങളുടെ EVS നോട്ട്ബുക്കിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. അതായത് സംസ്ഥാനങ്ങൾ, സ്റ്റേറ്റ്സും അതുപോലെ തന്നെ അതിൻ്റെ ക്യാപിറ്റലും എഴുതാനാണ്. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സ്റ്റേറ്റ്സും അതുപോലെ തന്നെ ക്യാപിറ്റലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്സ് ആന്ധ്രാപ്രദേശ്, അമരാവതി, അരുണാചൽ പ്രദേശ്, ഇറ്റാനഗർ, ആസാം, ഡിസ്പൂർ, ബീഹാർ, പട്ന, ഛത്തീസ്ഗഡ്, റായ്പൂർ, ഗോവ, പനാജി, ഗുജറാത്ത്, ഗാന്ധിനഗർ, ഹരിയാന, ചണ്ഡീഗഡ്, ഹിമാചൽ പ്രദേശ്, ഷിംല, ജാർഖണ്ഡ്, റാഞ്ചി, കർണാടക, ബംഗളൂർ, കേരള, തിരുവനന്തപുരം, മധ്യപ്രദേശ്, ഭോപ്പാൽ, മഹാരാഷ്ട്ര, മുംബൈ, മണിപ്പൂർ, ഇംഫാൽ, മേഘാലയ, ഷില്ലോങ്, മിസോറാം, ഐസ്വാൾ, നാഗാലാൻഡ്, കൊഹിമ, ഒഡീഷ, ഭുവനേശ്വർ, പഞ്ചാബ്, ചണ്ഡീഗഡ്, രാജസ്ഥാൻ, ജയ്പൂർ, സിക്കിം, ഗാംഗ്ടോക്ക്, തമിഴ്നാട്, ചെന്നൈ, തെലങ്കാന, ഹൈദരാബാദ്, ത്രിപുര, അഗർത്തല, ഉത്തർപ്രദേശ്, ലക്നൗ, ഉത്തരാഖണ്ഡ്, ദെഹ്റാദൂൻ, വെസ്റ്റ് ബംഗാൾ, കൊൽക്കത്ത. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ സ്റ്റേറ്റും അതുപോലെ തന്നെ അതിൻ്റെ ക്യാപിറ്റലും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. അടുത്തതാണ് എന്തെന്ന് പറയുന്നത്? യൂണിയൻ ടെറിട്ടറീസ് ആണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. സം റീജിയൻസ് ഇൻ ഇന്ത്യ ഡു നോട്ട് ഹാവ് ദ സ്റ്റാറ്റസ് ഓഫ് സ്റ്റേറ്റ്. അതായത് ഇന്ത്യയിൽ സംസ്ഥാനം എന്ന് പറയുന്ന ആ പദവി ഇല്ലാത്ത സ്ഥലങ്ങളും നമ്മുടെ ഇന്ത്യയിലുണ്ട് എന്നാണ് പറയുന്നത്. ദിസ് റീജിയൻസ് ആർ ഡയറക്ട്ലി ഗവേൺഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ ഈ പ്രദേശങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടിട്ടുള്ള ആ നിയന്ത്രണത്തിലാണുള്ളത്. അപ്പോൾ ദെൻ ഹാവ് യു ഹേർഡ് സച്ച് റീജിയൻ? നിങ്ങൾ ഇങ്ങനത്തെ പ്രദേശങ്ങൾ കേട്ടിട്ടുണ്ടോ? ആസ്ക്ഡ് മെഗാ ടീച്ചർ ടു ദ ചിൽഡ്രൻസ്. അതായത് മെഗാ ടീച്ചർ കുട്ടികളോട് ചോദിച്ചു. അപ്പോൾ എന്താണ്? ജമ്പിങ് അപ്പ് മീഖ സെഡ് ഐ ഹാവ് ബി ഹേർഡ് അബൌട്ട് ദം ആർ ദേ കോൾഡ് യൂണിയൻ ടെറിട്ടറീസ്. അപ്പം മീഖ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, അവയെല്ലാം യൂണിയൻ ടെറിട്ടറീസ് എന്നല്ലേ അറിയപ്പെടുന്നു എന്ന് മീഖ ചാടി എഴുന്നേറ്റ് പറഞ്ഞു എന്നാണ് പറയുന്നത്. യെസ്, that's it. Now there are 8 union territories in India, the teacher added. അതായത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, 8 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ടെന്ന് പറഞ്ഞു ടീച്ചർ. അപ്പോൾ എത്രയാണ്? 8 യൂണിയൻ ടെറിട്ടറീസ്. ഒബ്സർവ് ദ മാപ്പ് ഓഫ് ഇന്ത്യ, ലൊക്കേറ്റ് ആൻഡ് റൈറ്റ് ഡൗൺ ദ നെയിംസ് ഓഫ് ദ യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഇന്ത്യ. അപ്പോൾ നിങ്ങളോട് യൂണിയൻ ടെറിട്ടറീസിൻ്റെ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകാവുന്നതാണ്. ആ മാപ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ ദെൻ ലുക്ക് അറ്റ് ദ മാപ്പ് ആൻഡ് ഫൈൻഡ് ആൻസർ ദ ഫോളോയിങ്. അപ്പോൾ അതായത് ആ മാപ്പ് നിരീക്ഷിച്ചതിന് ശേഷം താഴെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഒന്നാമത്തത് ഇന്ത്യാസ് നൈബറിങ് കൺട്രി, അതായത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം പാകിസ്ഥാൻ, ചൈന, നേപ്പാൾ, ബംഗ്ലാദേശ്, മ്യാൻമർ, അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ അതായത് അഫ്ഗാനിസ്ഥാൻ്റെ ഒരു ചെറിയ പാർട്ട് മാത്രമാണ് ബോർഡർ ആയിട്ട് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ 7 കൺട്രീസ് ആണുള്ളത്. ദെൻ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സ്റ്റേറ്റസ് ഓഫ് ദ കോസ്റ്റ് ഓഫ് ദ അറേബ്യൻ സീ. അതായത് അറേബ്യൻ സീയുടെ തീരത്തുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, ഗോവ, മഹാരാഷ്ട്ര, കർണാടക, കേരള എന്നിവയൊക്കെയാണ് കോസ്റ്റ് തീരപ്രദേശം വരുന്നത്. ദെൻ സ്റ്റേറ്റ്സ് ഓൺ ദ കോസ്റ്റ് ഓഫ് ദ ബേ ഓഫ് ബംഗാൾ. അതായത് ബേ ഓഫ് ബംഗാളിൻ്റെ തീരത്തുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. ദെൻ അടുത്തത് പറയുന്നതാണ് ദ സ്മോളസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ഗോവയാണ് അല്ലേ. ദെൻ അടുത്ത ചോദ്യം ദ സ്റ്റേറ്റ് വിച്ച് ഷെയർ ബോർഡേഴ്സ് വിത്ത് ദ മാക്സിമം നമ്പർ ഓഫ് സ്റ്റേറ്റ്. അതായത് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി ബോർഡർ പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരം എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി നമുക്ക് കൊടുത്തിട്ടുള്ളത് കംപ്ലീറ്റ് ദ വേർഡ് പസിൽ യൂസിങ് ദ ഹിൻസ് ഗിവൺ ബിലോ. അടുത്ത പേജിൽ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഈ പസിൽ കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഒരു ഉത്തരങ്ങൾ ഓരോ ക്വസ്റ്റ്യന് നേരെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പെൻസിൽ ഉപയോഗിച്ചിട്ട് അതിന് നേരെ എഴുതാൻ ശ്രമിക്കുക. ഇവിടെ നമുക്ക് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാനിവിടെ എഴുതി കാണിക്കാത്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം എക്രോസ് എന്നാണ്, അതായത് വലത്തോട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ആ പസിലിൽ വലത്തോട്ട് എഴുതാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ദ സെക്കൻഡ് ലാർജസ്റ്റ് സ്റ്റേറ്റ് ലൊക്കേറ്റഡ് ഇൻ ദ സെൻട്രൽ പാർട്ട് ഓഫ് ഇന്ത്യ. അതായത് രണ്ടാമത്തെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു അയൽ സംസ്ഥാനമാണ്. അതുപോലെ തന്നെ ഏതാണ്? ലൊക്കേറ്റഡ് ദ സെൻട്രൽ പാർട്ട് ഓഫ് ഇന്ത്യ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണത്? നമ്മുടെ മധ്യപ്രദേശ് ആണല്ലേ സെക്കൻഡ് ലാർജസ്റ്റ് സ്റ്റേറ്റ് ഇൻ സെൻട്രൽ ഇന്ത്യ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, ദ സ്റ്റേറ്റ് that has a border with Nepal, Patna is the capital. അപ്പോൾ നമ്മളിപ്പോൾ പട്ന ഉള്ള ക്യാപിറ്റൽ ഏതാണെന്ന് പഠിച്ചു. അപ്പോൾ അത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ബീഹാർ ആണല്ലേ. അപ്പോൾ ബീഹാർ ആണ് ഉത്തരം. ദെൻ തേർഡ് എന്ന് പറയുന്നത് എന്താ? ഹൈദരാബാദ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ്. അതായത് ഈ സംസ്ഥാനത്താണ് ഹൈദരാബാദ് നിലകൊള്ളുന്നത്. ഏതാണത്? തെലങ്കാനയാണ്. ദെൻ അടുത്തത് ഡൗൺ ആണ്, അതായത് താഴോട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ആ പസിലിൽ താഴോട്ട് എഴുതുക. അതിലെ ചോദ്യമാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഷെയർ ബോർഡർ വിത്ത് ദ നൈബറിംഗ് കൺട്രി മ്യാൻമർ ലൊക്കേറ്റഡ് അഡ്ജസൻറ്റ് ത്രൂ ത്രിപുര. അതായത് അയൽ രാജ്യമായിട്ടുള്ള മ്യാൻമറും ഒരു സ്റ്റേറ്റ് ഷെയർ പങ്കിടുന്നത്, അതിർത്തി പങ്കിടുകയും അതുപോലെ തന്നെ തൊട്ടടുത്ത് ത്രിപുരയുടെ അടുത്തുള്ളതും ലൊക്കേറ്റ് ചെയ്യുന്നത് ഏതാണ്? മിസോറാം ആണ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, നാലാമത്തെ ചോദ്യം, കേരളാസ് നൈബറിംഗ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഈസ് ഇറ്റ്സ് ക്യാപിറ്റൽ. അതായത് കേരളത്തിൻ്റെ അടുത്ത സ്റ്റേറ്റ് ആണ്, അതുപോലെ തന്നെ ബാംഗ്ലൂരാണ് ക്യാപിറ്റൽ. ഏതാണ്? കർണാടകയാണല്ലേ. ദെൻ അടുത്തത് അഞ്ചാമത്തേത്, ഷെയർസ് ബോർഡർ വിത്ത് രാജസ്ഥാൻ, പഞ്ചാബ് ആൻഡ് ഉത്തർപ്രദേശ് ലൊക്കേറ്റഡ് നിയർ ഡൽഹി ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. അതായത് ഏതൊക്കെയാണ് അതിർത്തി പങ്കിടുന്നത്? രാജസ്ഥാന്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, അതുപോലെ തന്നെ ഡൽഹിയുടെ അടുത്താണ്. ഏതാണത്? ഹരിയാനയാണ് ഉത്തരം എന്ന് പറയുന്നത്. ദെൻ അടുത്തത് സിക്സ്ത്, കൊഹിമ ഇസ് ദ ക്യാപിറ്റൽ ഓഫ് ദി സ്റ്റേറ്റ്. അതായത് കൊഹിമയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഏതാണ് കൊഹിമ? നാഗാലാൻഡ് ആണ് അതിൻ്റെ ഉത്തരം. ദെൻ അടുത്തത് പറയുന്നത് സെവൻത്ത്, ലൊക്കേറ്റഡ് ഓൺ ദ കോസ്റ്റ് ഓഫ് അറേബ്യ സീ, ഷെയർ ബോർഡർ വിത്ത് ഗുജറാത്ത്. ഏതാണ്? ഗുജറാത്തുമായിട്ട് ബോർഡർ ഷെയർ ചെയ്തത് മഹാരാഷ്ട്രയാണ്. അപ്പോൾ മഹാരാഷ്ട്ര. ദെൻ അടുത്തത് എയ്ത്ത്, ബോർഡേഴ്സ് വിത്ത് ദ ബംഗ്ലാദേശ് നൈബറിംഗ് സ്റ്റേറ്റ് ഓഫ് ആസാം. ഏതാണ്? മേഘാലയ. ദെൻ നയൻത്ത്, ദ ലാർജസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ആണ് രാജസ്ഥാൻ. അപ്പോൾ ഉത്തരം രാജസ്ഥാൻ. ഇനി അപ്പ് എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ അതായത് മുകളിലേക്കാണ് എഴുതേണ്ടത്. അതിൻ്റെ ചോദ്യം, ദ നൈബറിംഗ് സ്റ്റേറ്റ് ഓഫ് കേരള, ചെന്നൈ ഈസ് ഇറ്റ്സ് ക്യാപിറ്റൽ. അതായത് കേരളത്തിൻ്റെ അയൽ സംസ്ഥാനമാണ്, ചെന്നൈ ആണ് ക്യാപിറ്റൽ. ഉത്തരം തമിഴ്നാട്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഉത്തരം ഇവിടെയും എഴുതുക. അതുപോലെ തന്നെ പേജ് നമ്പർ 14 ആ പസിലും കൂടി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒരുപാട് വൈവിധ്യങ്ങളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഡു പീപ്പിൾ ഇൻ ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ഇന്ത്യ സ്പീക്സ് ദ സെയിം ലാംഗ്വേജ്? നോ. അതായത് ഇന്ത്യയിലും ഒരുപാട് വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ദെൻ ഡു ഓൾ ഇന്ത്യൻസ് ഡ്രസ് ഇൻ ദ സെയിം വേ? എല്ലാ ഇന്ത്യക്കാരും ഒരേ രീതിയിലാണോ വസ്ത്രം ധരിക്കുന്നത്? അല്ല അല്ലേ. അപ്പോൾ നോ എന്നവിടെ എഴുതാം. ദെൻ അടുത്തത്, ആർ ദ ഫെസ്റ്റിവൽസ് ആൻഡ് സെലിബ്രേഷൻസ് ആർ ദ സെയിം ഓൾ ഓവർ ഇന്ത്യ? ഷെയർ യുവർ ഒപ്പീനിയൻ. അതായത് ഇന്ത്യയിൽ നടക്കുന്ന ഉത്സവങ്ങൾ അതുപോലെ തന്നെ ആഘോഷങ്ങളെല്ലാം ഒരുപോലെയാണ്. നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. അപ്പോൾ ഞാനിവിടെ ഇന്ത്യ ഈസ് സ്പെഷ്യൽ ബിക്കോസ് ഓഫ് ഇറ്റ്സ് യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി. അതായത് ഇന്ത്യ വളരെയധികം പ്രത്യേകത നിറഞ്ഞതാണ് അതിൻ്റെ ആ ഐക്യത്തിലും അതുപോലെ തന്നെ വൈവിധ്യത്തിലും. ഈവൻ ദോ വി ഹാവ് ഡിഫറെൻറ്റ് ഫെസ്റ്റിവൽസ്, വി ആർ ഓൾ സെലിബ്രേറ്റ് വിത്ത് ജോയ്, ലവ് ആൻഡ് ടുഗദർനെസ്. ദാറ്റ്സ് വാട്ട് മേക്ക് ഇന്ത്യ ബ്യൂട്ടിഫുൾ. നമുക്കെല്ലാം പല രീതിയിലുള്ള ആഘോഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മളെല്ലാവരും എല്ലാത്തിനെയും ഒത്തുകൂടിയിട്ടാണ് ആഘോഷിക്കുന്നത്. അതാണ് ഇന്ത്യയെ മനോഹരമാക്കുന്നത്. അപ്പം അങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ്. നെക്സ്റ്റ്, വൺ നേഷൻ മെനി ലാംഗ്വേജസ്. ഒരു രാജ്യത്ത് പല ഭാഷകൾ. ദെൻ മലയാളം ഈസ് ദ മദർ ടങ് ഓഫ് കേരള. അതായത് മലയാളികളുടെ മാതൃഭാഷയാണ് മലയാളം എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ ലാംഗ്വേജ് സ്പോക്ക് ഇൻ അവർ നൈബറിംഗ് സ്റ്റേറ്റ് തമിഴ്നാട്? വാട്ട് അബൌട്ട് കർണാടക? അതായത് നമ്മൾ ഒരുപാട് രാജ്യങ്ങൾ, അതായത് തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ വേറെ വേറെ ഭാഷകളാണല്ലേ സംസാരിക്കുന്നത്. കർണാടകയിൽ കന്നഡയാണ്, തമിഴ്നാട്ടിൽ തമിഴാണ്. അപ്പം അങ്ങനെ ഓരോ വ്യത്യസ്ത ഭാഷകളാണ് ഓരോരുത്തരും സംസാരിക്കുന്നത്.
ദെൻ ഹിയർ മലയാളത്തിൽ നമ്മൾ ഇന്ത്യ എൻ്റെ രാജ്യം എന്ന് പറയും. തമിഴിൽ നമ്മൾ ഇന്ത്യ എന്നതു നാട് എന്ന് പറയും. ദെൻ നമ്മളത് കന്നഡയിൽ എന്ന് പറയും ഭാരതാവു എന്ന ദേശം എന്ന് പറയും. തെലുങ്കുവിൽ ഇന്ത്യ എന്ന ദേശമു എന്ന് പറയും. അങ്ങനെ ഒരുപാട് രീതിയിലാണ് ഭാഷകളാണ് മനുഷ്യർ ഇന്ത്യയിൽ സംസാരിക്കുന്നത്, പല സ്ഥലങ്ങളിലുള്ള വ്യക്തികൾ. അപ്പോൾ ഇവിടെ വാട്ട് ആർ ദ അതർ ലാംഗ്വേജസ് സ്പോക്കൺ ഇൻ ഇന്ത്യ, മറ്റേതെല്ലാം ഭാഷകളാണ് ഇന്ത്യയിൽ സംസാരിക്കുന്നത്? ഫൈൻഡ് ദം ആൻഡ് കംപ്ലീറ്റ് ദ ലിസ്റ്റ്. അപ്പോൾ താഴെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതായത് 28 സംസ്ഥാനങ്ങളുടെ പേര് എഴുതിയിട്ട് അവരെല്ലാം എന്താണ് സംസാരിക്കുന്നതെന്ന് നമ്മൾ എഴുതണം. അങ്ങനെ ഓരോ സംസ്ഥാനത്തും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ലാംഗ്വേജും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വായിക്കാം. ആദ്യം ആന്ധ്രാപ്രദേശ് തെലുങ്കു, അരുണാചൽ പ്രദേശ് ഇംഗ്ലീഷ്, ആസാം ആസാമീസ്, ബീഹാർ ഹിന്ദി, ഛത്തീസ്ഗഡ് ഹിന്ദി, ഗോവ കൊങ്കണി, ഗുജറാത്ത് ഗുജറാത്തി, ഹരിയാന ഹിന്ദി, ഹിമാചൽ പ്രദേശ് ഹിന്ദി, ജാർഖണ്ഡ് ഹിന്ദി, കർണാടക കന്നഡ, കേരള മലയാളം, മധ്യപ്രദേശ് ഹിന്ദി, മഹാരാഷ്ട്ര മറാത്തി, മണിപ്പൂരി, മേഘാലയ ഇംഗ്ലീഷ് ഖാസി ഗാരോ, മിസോറാം മിസോ, നാഗാലാൻഡ് ഇംഗ്ലീഷ്, ഒഡീഷ ഒഡിയ, പഞ്ചാബ് പഞ്ചാബി, രാജസ്ഥാൻ ഹിന്ദി, സിക്കിം നേപ്പാളി, തമിഴ്നാട് തമിഴ്, തെലങ്കാന തെലുങ്കു, ത്രിപുര ബംഗാളി, ഉത്തർപ്രദേശ് ഹിന്ദി, ഉത്തരാഖണ്ഡ് ഹിന്ദി, വെസ്റ്റ് ബംഗാൾ ബംഗാളി. അപ്പോൾ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നോക്കുമ്പോൾ ആണെങ്കിൽ വ്യത്യസ്തമായ ഭാഷകളാണ് വ്യത്യസ്ത സംസ്ഥാനങ്ങളിലുള്ളവരും പറയുന്നത്. അപ്പോൾ കൂടുതലായിട്ടും മിക്ക പേര് പറയുന്നത് ഹിന്ദി ആയിട്ടാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. ഓക്കെ, നമ്മൾ ആ മുകളിലത്തെ ടേബിൾ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഹാവ് യു നോട്ടീസ് ഇൻ ഹൗ മെനി ലാംഗ്വേജസ് ദ വാല്യൂ ഓഫ് എൻ ഇന്ത്യൻ കറൻസി ഈസ് ഡിനോട്ടഡ്? അതായത് ഇന്ത്യൻ കറൻസിയിൽ എത്ര ഭാഷകളിലാണ് മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരുപാട് ഭാഷയിലുണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ഹിന്ദി ഉണ്ട്, അതൊക്കെ നമുക്ക് അതിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ദ നെയിംസ് ദൂസ് ലാംഗ്വേജസ് ഇൻ ദ മൈൻ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. നെക്സ്റ്റ്, വൺ നേഷൻ മെനി കോസ്റ്റ്യൂംസ്. അതായത് ഒരു രാജ്യത്ത് തന്നെ ഒരുപാട് വേഷങ്ങൾ, വസ്ത്രധാരണകളാണുള്ളത്. അപ്പോൾ ആ ചിത്രം നിരീക്ഷിച്ച് നമുക്ക് മനസ്സിലാകും. ഡിഡ് യു നോട്ടീസ് ദ ഡിഫറൻസസ് ഇൻ വേ ഓഫ് ഡ്രസ്സിങ് ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ? അതായത് ഇന്ത്യയിൽ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത രീതികളിലാണ് ആ വസ്ത്രധാരണ എന്ന് പറയുന്നത്. ഞാൻ അവിടെ നിങ്ങൾക്കൊരു ഓർഗനൈസ് എ ഡിജിറ്റൽ എക്സിബിഷൻ ഇൻ ദ ക്ലാസ് അബൌട്ട് ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് ഡ്രസ്സിങ് ഇൻ ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ഇന്ത്യ. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. ദെൻ നൗ ലെറ്റ്സ് ഗെറ്റ് ഫെമിലറൈസ്ഡ് വിത്ത് സം ഫെസ്റ്റിവൽസ് ഇൻ അവർ കൺട്രി. നമ്മുടെ രാജ്യത്ത് ഒരുപാട് ആഘോഷങ്ങളുണ്ട്, അതിനെക്കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടാമെന്നാണ് പറയുന്നത്. വിച്ച് ഫെസ്റ്റിവൽസ് ഷോൺ ഇൻ ദ പിക്ചർ ആർ യു ഫെമിലിയർ വിത്ത്? അപ്പോൾ ഇതിൽ പറയുന്നത് ഏതൊക്കെയാണ്? അതായത് നമുക്ക് ഓണം ഉണ്ട്, അതുപോലെ തന്നെ ഈദ് ഉൽ ഫിത്തർ ഉണ്ട്, അതുപോലെ തന്നെ ക്രിസ്മസ് ഉണ്ട്, ദീപാവലി ഉണ്ട്. അതൊക്കെയാണ് ആ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു ചോദ്യമുണ്ട്, വാട്ട് ആർ ദ മേജർ ഫെസ്റ്റിവൽസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ പ്രധാന ആഘോഷങ്ങൾ ഏതൊക്കെയാണ്? ദീപാവലി, ഈദ് ഉൽ ഫിത്തർ, ക്രിസ്മസ്, ഓണം, ഹോളി, പൊങ്കൽ, ദുർഗാപൂജ, നവരാത്രി, രക്ഷാബന്ധൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ടുള്ള ആഘോഷങ്ങൾ എന്ന് പറയുന്നത്. ഓരോ സംസ്ഥാനത്തിലുമാണ് ഇതെല്ലാം ആഘോഷിക്കുന്നത്. പലതരം ആഘോഷങ്ങൾ ഓരോ സംസ്ഥാനത്തിലും ഉണ്ട്. ഞാൻ പ്രിപ്പയർ എ ഡിജിറ്റൽ ആൽബം വിത്ത് മോർ പിക്ചേഴ്സ് ഓഫ് ദ ഫെസ്റ്റിവൽസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇവിടെയും ഒരു ഡിജിറ്റൽ ആൽബമാണ്. അപ്പോൾ നിങ്ങളിത് ക്ലാസ്സിൽ ടീച്ചറുടെ സഹായത്തോടെ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. ദെൻ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ആർട്ട് ഫോംസ് ആണ്. അതായത് കലാരൂപങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഹിയർ ആർ ഓൾ ആർട്ട് ഫോംസ് ദ സെയിം അക്രോസ് ഇന്ത്യ? ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേ കലാരൂപങ്ങളാണോ ഉള്ളത്? അല്ല, ഒരുപാട് വ്യത്യസ്ത കലാരൂപങ്ങൾ ഓരോ സംസ്ഥാനത്തിലുമുണ്ട്. ഒബ്സർവ് ദ പിക്ചർ. അതായത് ഇവിടെ കുറച്ച് ചിത്രം കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേത് കുച്ചിപ്പുടി, രണ്ടാമത്തേത് കഥകാണ്, മോഹിനിയാട്ടം, മണിപ്പൂരി, ഭരതനാട്യം, അങ്ങനെ ഒരു ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ ഹിയർ വിച്ച് ഓഫ് ദിസ് ഡാൻസ് ഫോംസ് ആർ യു ഫെമിലിയർ വിത്ത്? നിങ്ങൾക്ക് ഏതൊക്കെയാണ് അറിയുന്നത്? ഭരതനാട്യം അറിയുന്നുണ്ടാകും, അതുപോലെ തന്നെ മോഹിനിയാട്ടം അറിയുന്നുണ്ടാകും. അപ്പോൾ നിങ്ങളത് അവിടെ എഴുതുക, ഏതാണ് അറിയുന്നത് അത് എഴുതുക. വിച്ച് ഓഫ് ദ റിമൈനിങ് ഡാൻസ് ഫോംസ് ഫ്രം പോപ്പുലർ ഇൻ അതർ സ്റ്റേറ്റ്സ് ഫൈൻഡ് ഔട്ട് ആൻഡ് കംപ്ലീറ്റ് ദ ലിസ്റ്റ്. അതായത് കേരളത്തിൽ നമുക്കറിയാം മോഹിനിയാട്ടമാണ് വളരെയധികം പ്രധാനപ്പെട്ടത്. അതുപോലെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഏതൊക്കെ ആർട്ട് ഫോംസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എഴുതാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എല്ലാ സംസ്ഥാനങ്ങളുടെയും ആർട്ട് ഫോംസും അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളും നേരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വായിക്കുന്നില്ല, അപ്പോൾ നിങ്ങൾ ഇതൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ എഴുതിയെടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം.
Then you have understood how diverse Indians are language, dress, festival and art form. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മളിപ്പോൾ ഓരോ എല്ലാ സംസ്ഥാനങ്ങളുടെയും ഭാഷകൾ പഠിച്ചു, അതുപോലെ തന്നെ ആർട്ട് ഫോംസ് പഠിച്ചു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകും വൈവിധ്യമാർന്നിട്ടുള്ള വേഷങ്ങളും അതുപോലെ തന്നെ ഭാഷയും ഉത്സവങ്ങളുമെല്ലാമാണ് ഓരോ സംസ്ഥാനങ്ങളിലും ഉള്ളത്. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഫെമിലറൈസ്ഡ് വിത്ത് സം ഓഫ് ദ സിമ്പിൾസ് ദാറ്റ് യുണൈറ്റ് അസ് ഇൻ ഇന്ത്യൻസ് ഡെസ്പിറ്റ് ദ ഡൈവേഴ്സിറ്റീസ്. അതായത് നമ്മൾ ഇത് എന്താണ് മനസ്സിലാക്കാൻ പോകുന്നത്, ഇതുപോലെയുള്ള ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വൈവിധ്യങ്ങൾ നിൽക്കുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരെന്ന നിലയിൽ നമ്മെ എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഒരു ചെറിയ അടയാളങ്ങൾ, സിമ്പിൾസ് ആണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ സിമ്പിൾസ് ആൻഡ് യൂണിറ്റി, അതായത് ഒരുമയുടെ സിംബലുകൾ എന്നാണ് പറയുന്നത്. ദെൻ ഹിയർ യു ഹാവ് ലേൺ അബൌട്ട് ദ നാഷണൽ ഫ്ലാഗ് ഓഫ് ഇന്ത്യ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ നാഷണൽ ഫ്ലാഗിനെ കുറിച്ചിട്ട്. ദെൻ ഹിയർ വാട്ട് ആർ ദ അതർ നാഷണൽ സിംബൽസ് ഓഫ് അവർ കൺട്രി. മറ്റേതെല്ലാം ദേശീയ സിംബലുകളാണുള്ളത്? നാഷണൽ ആന്തം ഉണ്ട്, നാഷണൽ എംബ്ലം ഉണ്ട്, നാഷണൽ സോങ് ഉണ്ട്, പിന്നെ എന്തൊക്കെയാണുള്ളത്? നാഷണൽ ഫ്ലാഗ്, നാഷണൽ എനിമൽ ഉണ്ട്, നാഷണൽ ബേർഡ് ഉണ്ട്, നാഷണൽ ഫ്ലവർ ഉണ്ട്, നാഷണൽ ട്രീ ഉണ്ട്, നാഷണൽ ഫ്രൂട്ട് ഉണ്ട്, നാഷണൽ റിവർ ഉണ്ട്, നാഷണൽ ഗെയിം ഉണ്ട്, നാഷണൽ കലണ്ടർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അവിടെ എഴുതാവുന്നതാണ്. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നാഷണൽ ആന്തത്തിനെ കുറിച്ചിട്ടാണ്. വി സിംഗ് ദ നാഷണൽ ആന്തം ഇൻ സ്കൂൾ. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ സ്കൂളിൽ നാഷണൽ ആന്തം ചൊല്ലാറുണ്ട് അല്ലേ. ദെൻ അവർ നാഷണൽ ആന്തം ജനഗണമന വാസ് റിട്ടൺ ബൈ രവീന്ദ്രനാഥ് ടാഗോർ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ് എഴുതിയിട്ടുള്ളത്? രവീന്ദ്രനാഥ് ടാഗോറാണ് ജനഗണമന എന്ന് പറയുന്ന ദേശീയ ഗാനം ചൊല്ലിയിട്ടുള്ളത്. ഓക്കെ, ദെൻ ഫൈൻഡ് ദ ആൻസേഴ്സ് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്ലാസ് ലൈബ്രറി. അപ്പോൾ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ലാംഗ്വേജ് ഈസ് ദ നാഷണൽ ആന്തം റിട്ടൺ. ഏത് ലാംഗ്വേജിലാണ്? ബംഗാളി ലാംഗ്വേജിലാണ്. ദെൻ ഹൗ ഷുഡ് വൺ സ്റ്റാൻഡ് വൈൽ സിംഗിങ് ദ നാഷണൽ ആന്തം. അപ്പോൾ എന്തുകൊണ്ട് അല്ലെങ്കിൽ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എങ്ങനെയാണ് നിൽക്കേണ്ടത്? വി ഷുഡ് സ്റ്റാൻഡ് സ്ട്രെയിറ്റ് ആൻഡ് എന്താണ് നമ്മൾ നല്ല നിവർന്നിട്ട് വേണം നിൽക്കാൻ, സ്ട്രെയിറ്റ് ആയിട്ട് വേണം. ആൻഡ് ഷോ റെസ്പെക്ട് വൈൽ സിംഗിങ് ദ നാഷണൽ ആന്തം. അത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ വി ഷുഡ് നോട്ട് ടോക്ക്, ലാഫ് ഓർ മൂവ് എറൗണ്ട്. അതായത് നമ്മൾ സംസാരിക്കാനോ ചിരിക്കാനോ ചലിക്കാനോ ഒന്നും പാടുള്ളതല്ല. ദെൻ തേർഡ്, വാട്ട് ഈസ് ദ പ്രിസ്ക്രൈബ് ടൈം ഫോർ സിംഗിങ് ദ നാഷണൽ ആന്തം. ഏതാണ്? 52 seconds ടു സിംഗ് എന്നാണ്. നമ്മൾ നാഷണൽ ആന്തത്തിനെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നാഷണൽ എംബ്ലത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഒബ്സർവ് ദ ഇമേജ് ഓഫ് അവർ നാഷണൽ എംബ്ലം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ നാഷണൽ എംബ്ലത്തിൻ്റെ ഒരു ചിത്രമാണ്. ദെൻ വേർ ഹാവ് യു സീ ദിസ് എംബ്ലം? ദ നാഷണൽ എംബ്ലം ഓഫ് ഇന്ത്യ ഈസ് അഡോപ്റ്റഡ് ഫ്രം ദ പില്ലർ ബിൽഡ് ബൈ എംപറർ അശോക അറ്റ് ദ സാരാനാഥ് ഇൻ ഉത്തർപ്രദേശ്. ദ ലയൺസ് ഫേസിംഗ് ഓൺ ഓൾ ദ 4 directions ആർ ദ പ്രോമിനൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദിസ് എംബ്ലം. ദെൻ ധർമ്മചക്ര, ദ വീൽ ഓഫ് ധർമ്മ, സീൻ ദ പോട്ട് and center is the Ashoka Chakra. It has 24 spokes. അതായത് എന്താണ് പറയുന്നത്? അശോക ചക്രവർത്തി ഉത്തർപ്രദേശിലെ സാരാനാഥിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന ഒരു പില്ലറാണ് നമ്മുടെ ഈ നാഷണൽ എംബ്ലം എന്ന് പറയുന്നത്. അത് ആ ചിത്രത്തിലേതുപോലെ 4 ദിക്കിലേക്കും ഒരു സിംഹങ്ങളുടെ മുഖം അല്ലെങ്കിൽ ആ സിംഹങ്ങൾ നോക്കി നിൽക്കുന്ന രീതിയിലാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ താഴെ മധ്യത്തിലായിട്ട് സെൻറ്ററിലായിട്ട് നമുക്ക് അശോക ചക്രവും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അശോക ചക്രത്തിൽ എത്ര ഇതാണ്? 24 അരക്കാലുകളുണ്ട് എന്നാണ് പറയുന്നത്. അതിന് താഴെ 2 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം. എന്താണ് ചോദ്യങ്ങൾ പറയുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സെൻറ്റൻസ് ഇൻസ്ക്രൈബ്ഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ എംബ്ലം. അതായത് മുദ്രയുടെ ചുവട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വാക്യം എന്താണ്? അതിൻ്റെ മീനിങ്, അർത്ഥം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ആ സെൻറ്റൻസ് എന്ന് പറയുന്നത് സത്യമേവ ജയതേ. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഓൺലി ട്രൂത്ത് വിൻസ്, അതായത് സത്യം മാത്രമേ ജയിക്കൂ എന്നതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അതിൽ വാട്ട് ആർ ദ അതർ എനിമൽസ് സീൻ ഇൻ ദ എംബ്ലം. ആ എംബ്ലത്തിൽ അല്ലെങ്കിൽ ആ മുദ്രയിൽ മറ്റ് മൃഗങ്ങൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതെല്ലാമാണ്? ലയൺ ഉണ്ട്, എലിഫന്റ് ഉണ്ട്, ഹോഴ്സ് ഉണ്ട്, ബുള്ളുണ്ട്. ഓക്കെ, ദെൻ നാഷണൽ സോങ് എന്ന് പറയുന്നത് അടുത്തത് അതാണ് പഠിക്കുന്നത്. വന്ദേ മാതരം റിട്ടൺ ബൈ ബാങ്കിം ചന്ദ്ര ചാറ്റർജി ഈസ് അവർ നാഷണൽ സോങ്. അതായത് വന്ദേ മാതരം എന്ന് പറയുന്നതാണ് നമ്മുടെ ദേശീയ ഗീതം എന്ന് പറയുന്നത്. ദെൻ അത് എഴുതിയിട്ടുള്ളത് ബംഗാളിയിലാണ്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഇൻ ബംഗാളി വിത്ത് സെലക്റ്റഡ് സാൻസ്ക്രിറ്റ് വേർഡ്. അതായത് ആ ബംഗാളി ഭാഷയിലും അതുപോലെ തന്നെ ചില സംസ്കൃത പദങ്ങളും ചേർത്തിട്ടാണ് വന്ദേ മാതരം ബാങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് അതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ ഹിയർ സിംഗ് ദ നാഷണൽ സോങ് വിത്ത് യുവർ ഫ്രണ്ട്സ് ഇൻ അസംബ്ലി. അപ്പോൾ നിങ്ങളുടെ സ്കൂൾ അസംബ്ലിയിൽ കൂട്ടുകാരും ഒത്തിട്ട് ദേശീയ ഗീതം ആലപിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഐഡൻറ്റിഫൈ
the other national symbols of India, collect informations and pictures about them, display them in environmental science corner. അപ്പോൾ നിങ്ങൾ ശേഖരിക്കാനാണ്, ഇത് ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ആണ് കേട്ടോ. ദെൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ആ ബോക്സ്. വി മസ്റ്റ് എക്സ്പ്രസ് അവർ ലവ് ആൻഡ് റെസ്പെക്ട് ഫോർ അവർ കൺട്രി ആൻഡ് നാഷണൽ സിംബൽസ് ഓൾസോ. നമ്മൾ നമ്മുടെ കൺട്രി, രാജ്യത്തോടുള്ള സ്നേഹവും ആദരവും ദേശീയ സിംബലുകളോട് നാം പ്രകടിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഡിസ്റെസ്പെക്ട് ടു നാഷണൽ സിംബൽ ഈസ് എ പണിഷബിൾ. നമ്മൾ നമ്മുടെ ദേശീയ സിംബലുകളെ അനാദരവായി പുലർത്തുന്നത് ശിക്ഷാർഹമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നല്ല ഭയഭക്തി ബഹുമാനത്തോടെ വേണം ദേശീയ നാഷണൽ ആന്തം അതുപോലെ തന്നെ അതൊക്കെ ചൊല്ലുമ്പോൾ നിൽക്കേണ്ടതും അതുപോലെ തന്നെ ആദരിക്കേണ്ടതും സ്നേഹിക്കേണ്ടതും. ദെൻ അടുത്ത ടോപ്പിക്കാണ് ഇന്ത്യ അവർ പ്രൈഡ്, അതായത് ഇന്ത്യ നമ്മുടെ അഭിമാനം. We understood the parts that which have traveled from the slavery of the British to today's India. അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കി ബ്രിട്ടീഷുകാരുടെ ആ ഒരു അടിമത്തത്തിൽ നിന്ന് നാം ഇന്ന് കാണുന്ന ഇന്നത്തെ ഇന്ത്യയിലേക്ക് നാം സഞ്ചരിച്ചതിൻ്റെ വഴികളെല്ലാം നമ്മൾ മനസ്സിലാക്കി. ആ ബ്രിട്ടീഷുകാരുടെ പോരാട്ടങ്ങളെക്കുറിച്ച്, അവരുടെ സമരത്തെക്കുറിച്ച്, ഗാന്ധിജിയെക്കുറിച്ച്, മഹാത്മാ അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച്, അതുപോലെ തന്നെ മറ്റ് സ്വാതന്ത്ര്യ സമര ലീഡേഴ്സിനെ കുറിച്ച്, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയെക്കുറിച്ച്, സംസ്ഥാനങ്ങളെക്കുറിച്ച്, കേന്ദ്രഭരണ പ്രദേശങ്ങളെക്കുറിച്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതിലൂടെയെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൃത്യമായി മനസ്സിലായിരുന്നു വിചാരിക്കുന്നു. ആൻഡ് ഫ്രീഡം ദാറ്റ് വി ഗെയിൻഡ് ഈസ് അറ്റ് ദ കോസ്റ്റ് ഓഫ് ദ ലീവ്സ് ഓഫ് 1000. അപ്പം നമ്മൾ നേടിയിട്ടുള്ള ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരുപാട് വ്യക്തികളുടെ ജീവൻ നഷ്ടപ്പെടുത്തി നേടിയിട്ടുള്ളതാണ് നമ്മുടെ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. പീപ്പിൾ ഓഫ് ഇന്ത്യ ആർ ഡൈവേഴ്സ് ഇൻ ലാംഗ്വേജ്, ഡ്രസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ അക്രോസ് ഡിഫറെൻറ്റ് റീജിയൻ. ഡെസ്പിറ്റ് ദിസ് ഡൈവേഴ്സിറ്റി വി ആർ യുണൈറ്റഡ് ആസ് ഇന്ത്യൻസ്. അതായത് പല നാടുകളായി, അതുപോലെ തന്നെ ഭാഷകളായി, വേഷങ്ങളായി, ജീവിത രീതികളുമായിട്ടുള്ള വ്യത്യസ്തരാണ് നാം ഇന്ത്യക്കാർ എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ദിസ് സെൻസ് ഓഫ് യൂണിറ്റി ഈസ് നോൺ ആസ് ദ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഇന്ത്യ ഈസ് അവർ പ്രൈഡ്. പക്ഷേ എന്നിരുന്നാൽ കൂടി നമ്മുടെ ഈ വൈവിധ്യങ്ങൾക്കിടയിലെല്ലാം തന്നെ നമ്മൾ ഇന്ത്യക്കാരാണെന്ന ഇന്ത്യക്കാരെന്ന നിലയിൽ നാം എല്ലാവരും ഒന്നാണെന്നാണ് പറയുന്നത്. ഈ ഒരു സെൻസ് ഓഫ് യൂണിറ്റിയാണ് യൂണിറ്റി ഇൻ സെൻസസ് എന്ന്, നാനാ തത്വത്തിൽ ഏകത്വം എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഇന്ത്യയിൽ വളരെ അഭിമാനമുള്ളവരാണ്. ഇന്ത്യ നമ്മുടെ അഭിമാനമാണെന്നാണ് പറയുന്നത്. Then let's say it together in one voice. നമുക്കെല്ലാവർക്കും ഒരേ സ്വരത്തിൽ നമുക്ക് ഒരുമിച്ച് പറയാം. അപ്പം എല്ലാവരും എൻ്റെ കൂടെ പറയണം. India is my country, my own country. I value India much more than my life. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം, ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം. അപ്പം നമ്മൾ ഇതിലൂടെ പഠിച്ചത് ഒരുപാട് കാര്യങ്ങളാണ്. നമ്മൾ ഇന്ത്യയുടെ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന അടിമത്തത്തെക്കുറിച്ചും ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യക്കാരോട് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ പഠിച്ചതാണ് നമ്മുടെ ഇതിനെല്ലാം നേതൃത്വം വഹിച്ചിട്ടുള്ള വലിയ വലിയ നേതാക്കൾ, മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, അരുണ ആസിഫ് അലി, അതുപോലെ തന്നെ അങ്ങനത്തെ പല വ്യക്തികളെ കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞതാണ് നമ്മൾ സ്റ്റേറ്റ്സ്, ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ പല ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട്, അതുപോലെ പല ആർട്ട് ഫോംസ് ഉള്ളവരുണ്ട്, അതിനെക്കുറിച്ചെല്ലാം പഠിച്ചു. അതിനുശേഷം നമ്മൾ എന്താണ് പറഞ്ഞത്, പലതും ഡിഫറെൻ്റ് ആണെങ്കിൽ കൂടി നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണെന്നുള്ളൊരു ബോധമുണ്ട്. അതാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ പാഠം അവസാനിക്കുന്നത്. ഇനി നമുക്ക് അവസാനം 2 ചോദ്യങ്ങൾ കൂടിയുണ്ട്, ലെറ്റ്സ് ആസസ് എന്ന് പറയുന്നുള്ളത്. അതും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ നിങ്ങൾ മാച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ നേരെ എഴുതിയാലും മതി. അതിന് ഒന്നാമത്തേത് എന്താണ്, ഇൻഡിപെൻഡൻസ് ഡേ ഓഫ് ഇന്ത്യ. ഇൻഡിപെൻഡൻസ് ഡേ എന്നാണ് നമുക്കെല്ലാവർക്കും അറിയാം, August 15, 1947 ആണ്. അപ്പോൾ അതിന് നേരെ ടിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ മാർക്ക് ചെയ്യുകയോ ചെയ്യുക. അതിന് അടുത്തത് എന്ന് പറയുന്നത് എന്താണ്, ദ ഡേ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ്. അതായത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ്. അത് നിലവിൽ വന്നിട്ടുള്ളത് എന്നാണ്, അപ്പോൾ അതെന്താണ്, January 26, 1915 അടുത്തത് ക്വിറ്റ് ഇന്ത്യ ഡേ എന്ന് പറയുന്നത് നമുക്കറിയാം August 8, 1942 ആണ്. ദെൻ 4th ഗാന്ധിജീസ് ഡേ ഓഫ് ഡെത്ത്, അതായത് ഗാന്ധിജി മരിച്ചത് ചരമദിനം എന്നാണ്, January 13, 1948 ആണ്. ദെൻ അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഭരണഘടനാ ദിനം എന്നാണ്, November 26, 1949. അപ്പോൾ ഇങ്ങനെയാണ് അത് മാച്ച് ചെയ്യേണ്ടത്. ദെൻ അതിലെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മാർക്ക് ട്രൂ ഓർ ഫോൾസ്, അതായത്
അതായത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഏതാണ്? ഗോവ ഷെയർഡ് എ ബോർഡർ വിത്ത് കേരള. കേരളവുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നത് ഗോവയാണോ? അല്ല അല്ലേ, അപ്പോൾ ഇത് റോങ് ആയിട്ടുള്ളതാണ്. മഹാരാഷ്ട്രയും കർണാടകയും ഒക്കെയാണ് ബോർഡർ ഷെയർ ചെയ്യുന്നത്, അപ്പോൾ അത് തെറ്റായിട്ടുള്ളതാണ്, ഫോൾസ് ആണ്. ദെൻ സെക്കൻഡ്, ഇന്ത്യ ഹാസ് കോസ്റ്റ് ലൈൻസ് ബൈ ദ അറേബ്യൻ സീ ആൻഡ് ദ ബേ ഓഫ് ബംഗാൾ. അതായത് അറബിക്കടലിനും അതുപോലെ തന്നെ ബേ ഓഫ് ബംഗാൾ അതിനും ഇന്ത്യയിൽ തീരമുണ്ടെന്നാണ് പറയുന്നത്. അത് കറക്റ്റാണ്, ട്രൂ ആണ്, അപ്പോൾ കറക്റ്റ് എന്നിടുക. ദെൻ മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഹിന്ദി ഈസ് ദ മോസ്റ്റ് വൈഡ്ലി സ്പോക്കൺ ലാംഗ്വേജ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ 28 സംസ്ഥാനങ്ങളിൽ അവരുടെ ഭാഷകളും പഠിച്ചപ്പോൾ മനസ്സിലാക്കി കൂടുതൽ സംസ്ഥാനങ്ങളും ഹിന്ദി ഭാഷയാണ് പഠിക്കുന്നത്. അപ്പോൾ അത് ട്രൂ ആണ്, അപ്പോൾ ട്രൂ എന്ന് അടയാളപ്പെടുത്തുക. ദെൻ ലാസ്റ്റ്, ഇന്ത്യ ഹാസ് 5 നൈബറിംഗ് കൺട്രീസ്. ഇന്ത്യക്ക് 5 അയൽ രാജ്യങ്ങളാണ് ഉള്ളത്? അല്ല 7 അയൽ രാജ്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ അത് ഫോൾസ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇത്രയും 2 ചോദ്യങ്ങളായിരുന്നു ലെറ്റ്സ് ആക്സസ് എന്ന് പറയുന്നതിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലെറ്റ്സ് ആക്സസ് അതുപോലെ തന്നെ ഈ പാഠവും നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കുക, അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കും കൃത്യമായും പഠിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾ അടുത്ത ടോപ്പിക്ക് പഠിക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. 4ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.